കഴിഞ്ഞ അധ്യായത്തിൽ അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷന്നാത്മാനം ആത്മനി ആധായ നിഷ്കളേ എന്ന് പറഞ്ഞ് ബ്രഹ്മബോധത്തെ പരീക്ഷിത് മഹാരാജാവിന് ശ്രീശുക ബ്രഹ്മർഷി ഉപദേശിച്ചു കൊടുക്കണ രംഗാണ്. അതിനെ അനുസരിച്ച് പരീക്ഷിത്ത് എത്തിച്ചേരണം. ഇത് ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ യോഗ്യതയിലേക്ക് പരീക്ഷിത്ത് എത്തിച്ചേർന്നു എന്ന് കാണാൻ സാധിക്കും. സത്യം പരം ധീമഹി എന്ന് ഭാഗവതം തുടങ്ങി സത്യം പരം ധീമഹി എന്നുള്ളതിൽ സമർപ്പിക്കും ഭാഗവതം എന്നാണ്. ഇതിൽ മുഴുവൻ സത്യം പരം ധീമഹി എന്ന് കാണാൻ സാധിക്കും. ആദ്യത്തിലും അവസാനത്തിലും എന്തുണ്ടോ അതന്നെയാണ് മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് എന്നർത്ഥം. അതേപോലെ തന്നെയാണ് ഈ ആത്മബോധത്തിൽ നിന്ന് പരീക്ഷിച്ച് തുടങ്ങുന്നതാണ് ദ്വിതീയ സ്കന്ധത്തിൽ, രണ്ടാമത്തെ സ്കന്ധത്തിൽ, അധ്യായത്തിൽ അല്ലെങ്കിൽ 4-ാമത്തെ അധ്യായത്തിൽ ഏകദേശം പറയുകയാൽ ഭാഗവതം ശ്രീശുക ബ്രഹ്മർഷി നല്ല നിറഞ്ഞു പറയാൻ തുടങ്ങുന്ന അവസരം. അവിടെയാണ് ഒരു മന്ത്രമുള്ളത്, ശുഖസാരസ്വതം എന്നുള്ള ഒരു മന്ത്രമൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രാരംഭത്തിൽ പരീക്ഷത്തിൻ്റെ ഒരു അവസ്ഥ കാണിക്കുന്നു. 7-ാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കാൻ പോകുന്ന ആളാണ്. പ്രായോപവേശം ചെയ്ത് ഗംഗാതീരത്ത് വന്നിരിക്കുന്നു. അവിടേക്കെല്ലാം ഭക്തജനങ്ങളും മഹർഷിമാരും ഗുരുനാഥന്മാരും ഒക്കെ ഓടിയെത്തണം. ശ്രീശുക ബ്രഹ്മർഷി അവിടേക്ക് എഴുന്നള്ളുന്നു. അവിടെ പരീക്ഷിത്ത് സംസ്ഥാം വിജ്ഞായ സന്യസ്യ കർമ്മത്രൈവർഗികം ശയൽ എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. പരീക്ഷിത്ത് അറിയേണ്ട ലക്ഷ്യത്തെ കുറിച്ചിട്ട് ബോധവാനാണ്. ഈ ശരീരം എന്നുള്ളത് വീണുപോകുന്നൊക്കെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് നല്ലോണം മനസ്സിലായിട്ടുണ്ട് എന്നർത്ഥം. അവിടെയാണ് പരീക്ഷിത്ത് വാസുദേവേ ഭഗവതി ആത്മഭാവം ദൃഢം ഗത, അങ്ങനെയാണ് തുടങ്ങുക ഭാഗവതം പരീക്ഷത്തിന്റെ. വാസുദേവേ ഭഗവതി ആത്മഭാവം ദൃഢം ഗത. അങ്ങനെ 2-ാമത്തെ സ്കന്ധത്തിൽ ഭാഗവതം കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം എത്തിച്ചേരേണ്ട രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പരീക്ഷ. പിന്നീട് പറഞ്ഞ് ഉപദേശങ്ങൾ കഴിഞ്ഞ് അവസാനത്തിൽ എത്തിച്ചേരും. ഈ ഉപദേശങ്ങളിലേക്ക് അപ്പം അല്ലെങ്കിൽ കുറച്ച് പ്രകരണം പറയണമല്ലോ, വിഷയം പറയണമല്ലോ. ഈ 6-ാമത്തെ 12-ാമത്തെ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ ഏകദേശം എൻ്റെ വിഷയമായിട്ട് വരുന്നത് ഒരു 35 ശ്ലോകങ്ങളാണ്. ഒരു യോഗ്യത ഭാഗവതത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരു യോഗ്യത വേണം എന്നാണ്. ഭാഗവതം കേൾക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പന്മാരായിട്ട് ഇരിക്കുകയാണല്ലേ എല്ലാവരും. ഒരു യോഗ്യത വേണം. നമുക്കൊക്കെ എന്താ യോഗ്യത ഉള്ളത്? സംസ്കൃതം പഠിച്ച ആൾക്കാരുണ്ടോ? ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ശ്രീമദ് ഭഗവത്ഗീത, ഇതൊക്കെയാണ് പഠിക്കേണ്ട വസ്തുക്കൾ എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഭാഗവതം എങ്ങനെയാ തുടങ്ങുക? ജന്മാദ്യസ്യ തോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദയ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്രത്ര സർഗോ മൃഷ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആദ്യത്തെ ശ്ലോകത്തിന് വംശീധരൻ എന്ന് പറഞ്ഞിട്ടൊരു ആചാര്യൻ ഉണ്ടായിരുന്നു. വംശീധരൻ എന്ന് പറഞ്ഞ ആചാര്യൻ ഈ ഒരൊറ്റ ശ്ലോകത്തിന്, ആദ്യത്തെ ഭാഗവതത്തിലെ ശ്ലോകത്തിന് 100 വിവിധ തരത്തിലുള്ള അർത്ഥം ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു ശ്ലോകത്തിന് 100 വിവിധ തരത്തിലുള്ള അർത്ഥം. എന്തായാലും പ്രായേണ പറയാറ് ബ്രഹ്മസൂത്രത്തിലെ പല സൂത്രങ്ങളും ആദ്യത്തെ ശ്ലോകത്തിൽ കാണാൻ സാധിക്കുന്നത്. 2-ാമത്തെ സൂത്രമാണ് ജന്മാദ്യസ്യത ബ്രഹ്മസൂത്രത്തിലെ.
പിന്നീട് 2-3 സൂത്രങ്ങളൊക്കെ ഈ ആദ്യത്തെ ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബ്രഹ്മസൂത്രം എന്തിനാ പഠിക്കണത് എന്ന് ചോദിച്ചാൽ, ഉപനിഷത്ത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ബ്രഹ്മസൂത്രം പഠിക്കുക. കഷ്ടിച്ച് കുറേ ഉപനിഷത്തുണ്ട്, അതിൽ ദശോപനിഷത്തെങ്കിലും നോക്കുക. ദശോപനിഷത്ത് നോക്കുമ്പോൾ അതിൽ സംശയം ഉണ്ടാവും. ആ സംശയങ്ങളെ തീർക്കേണ്ടത് ബ്രഹ്മസൂത്രം പഠിച്ചിട്ടാണ്. ബ്രഹ്മസൂത്രം പഠിക്കണമെങ്കിൽ കുറച്ച് യോഗ്യതകൾ വേണം. മോക്ഷേച്ഛ, ശമദമാദി സംസ്കാരങ്ങൾ, ഇഹാമുത്ര ഫലഭോഗ നിരാസം, ഇങ്ങനെയുള്ള യോഗ്യതകളൊക്കെ വേണം ബ്രഹ്മസൂത്രം പഠിക്കണമെങ്കിൽ. ഭാഗവതം ഇതേ ബ്രഹ്മസൂത്രത്തിൻ്റെ രീതിയിൽ ആരംഭിക്കുമ്പോൾ ഭാഗവതം പഠിക്കാൻ ഇതൊക്കെ ഉണ്ടോ? നമുക്ക് മോക്ഷേച്ഛ ഉണ്ടോ? ഇഹാമുത്ര ഫലഭോഗ നിരാസം എന്ന് വെച്ചാൽ ഒന്നും ആവശ്യമില്ല, ഇവിടെയും ആവശ്യമില്ല, അവിടെയും ആവശ്യമില്ല എന്നുള്ള തരത്തിലുള്ള ഫലങ്ങളെ ഇച്ഛിക്കണ ആഗ്രഹങ്ങളില്ലാതെ ഇരിക്കുക. ഇതൊന്നും നമുക്കില്ല. പക്ഷെ ഭാഗവതത്തിൻ്റെ അധികാരത്തിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാവർക്കും കേൾക്കാം അല്ലേ? ഇതൊന്നും അറിയാത്ത നമ്മളൊക്കെ ഭാഗവതം കേൾക്കണു, ഭാഗവതം വായിക്കണു, ഭാഗവതം പറയണു. കേൾക്കുന്ന ആൾക്കാരെങ്കിലും അല്ലേ ഓരോരുത്തരും അല്ലേ? വായിക്കുന്നവരുണ്ട് അല്ലേ? ഈ ഇതിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരിൽ വായിക്കുന്ന ആൾക്കാരുണ്ട്, പ്രഭാഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒക്കെ ഉണ്ട്. കേൾക്കുന്ന ആൾക്കാർ എല്ലാവരും കേൾക്കണം. യോഗ്യതയിലേക്ക്, പരമമായിട്ടുള്ള യോഗ്യതയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേർന്നിരിക്കും. പക്ഷേ ശാസ്ത്രം ഏറ്റെടുക്കുമ്പോൾ കുറച്ച് നമ്മളിൽ ശുദ്ധി എന്നുള്ളത് കുറച്ച് വരണം. അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ കേൾക്കണമെങ്കിൽ കുറച്ചൊരു യോഗ്യത. അത് ഒരു ലളിതമായിട്ടുള്ള ശ്ലോകത്തിൽ കൂടിയിട്ട് 6-ാമത്തെ അധ്യായത്തിൽ പറയണ വിഷയത്തിൻ്റെ, അല്ലെങ്കിൽ പ്രസംഗ വിഷയത്തിൻ്റെ, പ്രഭാഷണ വിഷയത്തിലെ അവസാന ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകം വെച്ച് തുടങ്ങാം. പുസ്തകം കുറച്ച് പേരൊക്കെ ഉണ്ട് അല്ലേ? കുറച്ച് പേരിലൊക്കെ പുസ്തകമുണ്ട്. എന്തായാലും 6-ാമത്തെ അധ്യായത്തിലെ, ദ്വാദശസ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 34-ാമത്തെ ശ്ലോകം. അതിവാദാം സ്ഥിതിക്ഷേദ നാവമന്യേത കഞ്ചന നചേമം ദേഹമാശ്രിത്യ വൈരം കുർവീത കേനചിൽ. വളരെ ലളിതമായിട്ടുള്ള ശ്ലോകം. മറ്റൊക്കെ നമ്മൾ പറയുമ്പോൾ ഭക്തിയെ കുറിച്ചിട്ട് പറയണം എന്നൊക്കെ അഭിപ്രായം വന്നു. ഗുരുവായൂർന്ന് വന്നതായത് കാരണം ഭക്തിയെ കുറിച്ചിട്ടൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞു വന്നു. അതവിടെ നിൽക്കട്ടെ. നമുക്ക് വളരെ ലളിതമായിട്ടുള്ളൊരു ശ്ലോകം, ഈ പറഞ്ഞ ഇന്നത്തെ പ്രഭാഷണ വിഷയത്തിലെ വളരെ ലളിതമായിട്ടുള്ള ശ്ലോകം. അതിവാദം സ്ഥിതിക്ഷേദ നാവമന്യേത കഞ്ചന നചേമം ദേഹമാശ്രിത്യ വൈരം കുർവീത കേനചിൽ. ഒരു ഭാഗമെങ്കിലും പറയണല്ലോ പ്രഭാഷണത്തിന് വന്നിട്ട്. വളരെ ലളിതമാണ്. ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ. അർത്ഥം മനസ്സിലായോ വല്ലതും? 2-3 ചോദ്യങ്ങളാണ് ഉള്ളത്. നിങ്ങളുടെ ജീവിതം നന്നായിട്ടുണ്ടോ? ജീവിതം നന്നായിട്ടുണ്ടോ? ജീവിതം എങ്ങനെയാ നന്നാവുക? തൃപ്തി, സാറ്റിസ്ഫാക്ഷൻ. ജീവിതത്തിൽ തൃപ്തി ഉണ്ടോ? നല്ലോണം സൂക്ഷിച്ച് മറുപടി പറയണം. നമുക്കൊക്കെ ഓരോരുത്തരുടെ മുഖത്ത് നോക്കിയാൽ ഉത്തരം കിട്ടും. ഈ ബോഡി ലാംഗ്വേജ് ഒക്കെ പഠിച്ച കാരണം ഓരോരുത്തരുടെ മുഖത്ത് നോക്കിയാൽ ആനന്ദം, തൃപ്തി ഉണ്ടെങ്കിൽ മുഖത്ത് പ്രസന്നത ഉണ്ടാവും. പ്രസന്നത ഉണ്ടാവുക, പേടി ഇല്ലാതിരിക്കുക. പ്രസന്നത ഉണ്ടോ ജീവിതത്തില്? സുഖാണോ? എല്ലാവർക്കും സുഖാണോ? കുറെയൊക്കെ. സങ്കടം ഉണ്ടോ? ഭാഗവത്തിന്റെ മുന്നിൽ വരുമ്പോൾ ഉറച്ചു പറയാൻ സാധിക്കണം, സങ്കടമില്ല. സങ്കടം ഉണ്ടോ?
തൃപ്തി, ജീവിതത്തിൽ തൃപ്തി ഉണ്ടാവുക. ഇതാണ് ജീവിത വിജയം. അത് ഓരോരുത്തരുടെ മുഖത്ത് നമ്മൾ കണ്ണാടിയിൽ നമ്മൾ എപ്പോഴാണ് അത് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, ഓരോ ദിവസവും എത്ര വയസ്സായിട്ടുള്ള ആൾക്കാരും അല്ലേ, കുറേ പേരൊക്കെ ഏകദേശം ഒരു 60-70, എന്നാലും കൂടി അല്ലേ മുടി ചെയ്യും, പൊട്ടുതൊടും, നല്ല ഉടുപ്പെടുത്ത് ഉടുക്കും. എന്താ? തൃപ്തി. നമ്മളിൽ സൗന്ദര്യമുണ്ട്, നമ്മളിൽ സുഖമുണ്ട് അല്ലേ. കണ്ണാടിയുടെ മുന്നിൽ ചെന്നിട്ട് എത്ര വയസ്സായാലും രാവിലെ ചെന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് എന്നെ കാണാൻ നല്ല രസമുണ്ട് എന്ന് മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ പറയും. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പ്രശ്നം കേട്ടോ. അതാണ് ഭാഗവതത്തിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കാനുള്ള യോഗ്യത. പ്രസന്നത ഉണ്ടാവുക. നോക്കൂ, നമ്മൾ ഭാരതത്തിൽ വന്ന് ജനിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഈ ഭാരതത്തിൻ്റെ ഗൗരവം നമ്മളിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്ന ഈ പ്രസാദം, പ്രസന്നത, നമ്മളിൽ നിന്ന് ലോകത്തിലേക്ക്, അതാണ് ഭാരതത്തിൽ നിന്ന് ലോകത്തിലേക്ക് പ്രസരിച്ച പ്രസാദം, അനുഗ്രഹം, പ്രകാശം. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഇതാണ് ഭാരതത്തിൻ്റെ സന്ദേശം. ലോകത്തിലേക്ക് നമ്മൾ കൊടുക്കണം. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, പിന്നെയോ മൃത്യുവിൽ നിന്ന് അമൃതത്വത്തിലേക്ക്. അമൃതസ്യ പുത്ര എന്നൊക്കെ ഉപനിഷത്ത് സംബോധന ചെയ്യും. ബാക്കിയുള്ളവരൊക്കെ പാപികളെ എന്നൊക്കെ പറഞ്ഞ് സംബോധന ചെയ്യുമ്പം നമ്മളെന്താ, നിങ്ങളൊക്കെ അമൃതസ്വരൂപികളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ജീവന്മാരെയും സംബോധന ചെയ്യുക. ആ പ്രസന്നത ഉണ്ടാവുക. സങ്കടം ഇല്ലാതിരിക്കുക. സങ്കടം ഉണ്ടോ? പേടിയുണ്ടോ? പേടി. എല്ലാവരുടെ ശബ്ദമൊന്നും കേൾക്കണില്ല. പേടിയുണ്ടോ ജീവിതത്തിനെ കുറിച്ചിട്ട്? വല്ല പ്രശ്നങ്ങളും ഉണ്ടോ ജീവിതത്തിൽ? അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയ പ്രശ്നമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടോ, ഈ അമ്പലത്തിലേക്ക് വരുമ്പോൾ പിന്നെ രശീത് ഷീട്ടൊന്നും ഉണ്ടാവില്ല. ഭാഗവതത്തിൻ്റെ സന്ദേശം. പരീക്ഷിത്ത് പറയുന്നൊരു വാക്കുണ്ട് ശുഗബ്രഹ്മർഷിയോട്. ഈ വിഷയത്തിൽ വരുമ്പോൾ ശ്രീ ശുഗബ്രഹ്മർഷിയോട് പറയും പരീക്ഷിത്ത്, ഗുരുനാഥനാണ് മുന്നിലിരിക്കുന്നത്. ശ്രീ ശുഗബ്രഹ്മർഷിയോട് പറയുന്ന ഒരു ഉറപ്പ്, ബ്രഹ്മൻ മാം അനുജാനീഹി. എന്താ ഡയലോഗ് എന്നൊക്കെ പറയൂ. ഇതുപോലത്തെ ഡയലോഗൊന്നും വേറെ എവിടെയും കേൾക്കില്ല. ബ്രഹ്മൻ മാം അനുജാനീഹി, എനിക്ക് സമ്മതം തരണം, അനുജ്ഞ തരണം. എന്തിന്? വാചം യച്ഛാമി അധോക്ഷജേ അസൂൻ വിസൃജാമി. അർത്ഥം മനസ്സിലായോ? എനിക്ക് അനുജ്ഞ, സമ്മതം തരണം, ഗുരുവായൂരപ്പനിലേക്ക് ലയിച്ചു ചേരാൻ എനിക്ക് അനുമതി തരണം എന്നാണ്. എന്താ ഉറപ്പ്? ആ ഉറപ്പുണ്ടോ? അതാണ് നേരത്തെ ചോദിച്ചത്. പേടിയുണ്ടോ എന്നാണ് ചോദിച്ചത്. പേടിയില്ല എന്നാണ് നിങ്ങളൊക്കെ പറഞ്ഞത്. മരണത്തെ പേടിയുണ്ടോ? ഇനി ഞാനൊന്നും പറയേണ്ട വിഷയമില്ല, പ്രഭാഷണ വിഷയമൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും അങ്ങനെയാണോ? മരണത്തെ, അസുഖത്തെ, ദുഃഖത്തെ, രോഗാദികളെ പേടിയുണ്ടോ? അത്ര ഉറപ്പിച്ചൊന്നും പറയാറായിട്ടില്ല അല്ലേ? ഇതാണ് ഇന്നത്തെ പ്രകരണം. നമ്മുടെ കാലാഹിയെ. നമുക്ക് ആദ്യത്തെ ശ്ലോകമൊന്നും ചൊല്ലിയിട്ടില്ല. അപ്പൊ ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങൾ ചൊല്ലി ഗുരുനാഥനായിട്ടുള്ള, ഗുരുവായൂരപ്പനായിട്ടുള്ള ശ്രീ ശുഗബ്രഹ്മർഷിയെ നമസ്കരിച്ചിട്ട് നമുക്ക് കൂടുതൽ പറയാം. സൂത ഉവാച
ഏതന്നിശമ്യ മുനിനാഭിഹിതം പരീക്ഷിത് വ്യാസാത്മജേന നിഖിലാത്മദൃശാ സമേന തത്പാദമൂലമുപസൃത്യ ന തേന മൂർധ്നാ ബദ്ധാഞ്ജലിസ്തമിദമാഹ സ വിഷ്ണുരാത. രാജോവാച സിദ്ധോസ്മ്യനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മനാ ശ്രാവിതോ യച്ഛ മേ സാക്ഷാത് അനാദിനിധനോ ഹരി നാത്യത്ഭുതമഹം മന്യേ മഹതാം അച്യുതാത്മനാം അജ്ഞേഷു താപതപ്തേഷു ഭൂതേഷു യദനുഗ്രഹം പുരാണസംഹിതാമേതാം അശ്രൗഷ്മ ഭവതോ വയം യസ്യാം ഖലോത്തമശ്ലോകഃ ഭഗവാനനുവർണ്യത്തെ ഭഗവൻസ്തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. അനുജാനീഹി മാം ബ്രഹ്മൻ വാചം യച്ഛാമ്യധോക്ഷജേ മുക്തകാമാശയം ചേതഃ പ്രവേശ്യ വിസൃജാമ്യസൂൻ. അജ്ഞാനം ച നിരസ്തം മേ ജ്ഞാനവിജ്ഞാനനിഷ്ഠയാ ഭവതാ ദർശിതം ക്ഷേമം പരം ഭഗവത പദം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നേരത്തെ അത്ര ശബ്ദമില്ല. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. 34-ാമത്തെ ശ്ലോകം. അതിവാദാം സ്ഥിതിക്ഷേത നാവമന്യേത കഞ്ചന ന ചേമം ദേഹമാശ്രിത്യ വൈരം കുർവീത കേനചിൽ. കുറേ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തന്നു നിങ്ങൾ. പേടിയില്ല, മരണത്തെ പേടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല. പ്രഭാഷണം കഴിഞ്ഞു, ഞാൻ ഹിറ്റ് പോവാം. അവനവനെ കുറിച്ചിട്ട് ചിന്തിക്കാം. അതിവാദാം സ്ഥിതിക്ഷേത. തിതിക്ഷ എന്നുള്ളൊരു ക്വാളിറ്റി, ഒരു യോഗ്യത ഉണ്ടാവണം. തിതിക്ഷ. ഭാഗവതം കേൾക്കാൻ വരുമ്പോൾ തന്നെ മുൻപ് പറഞ്ഞ ഒരു സദസ്സിൽ, മള്ളിയൂരൊരു സദസ്സിൽ പ്രകാശൻ്റെ ശബ്ദമൊക്കെയാണ് എവിടെ പോയാലും ഇപ്പോൾ കേൾക്കുന്നത്. സനീഷിൻ്റെയും പ്രകാശൻ്റെയും ശബ്ദം എവിടെ പോയാലും പ്രകാശനൊക്കെ ഓർമ്മ ഉണ്ടാവും. അവിടെ ഭാഗവതം കേൾക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ഒരഭിപ്രായമുണ്ട്. ഭാഗവതം കേൾക്കാൻ പോണ ആൾക്കാരെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? ഒരു പണിയില്ലാത്ത ആൾക്കാർ. ഒരു പണിയില്ലാത്ത ആൾക്കാരല്ലേ? അപ്പോൾ ഇത് ഭാഗവതം കേൾക്കാൻ പോണ ആൾക്കാരെ കുറിച്ചിട്ട് ശരിയാ. കാരണം എന്താ? ഒരു പണിയും ഇല്ലാതെയാക്കലാണ്, കർമ്മത്തെ ഇല്ലാതെയാക്കലാണ് ഭാഗവതത്തിന്റെ ലക്ഷ്യം. അപ്പോൾ പണി ഉണ്ടാവില്ല എന്നർത്ഥം. ലൗകികമായിട്ടുള്ള ഒരു തരത്തിലുള്ള കർമ്മം, ആ കർമ്മമാണ് നമ്മളെ സുഖം, ദുഃഖം, സ്വർഗം, നരകം, ജനനം, മരണം, ഇങ്ങനെയൊക്കെയുള്ള പല അവസ്ഥകളിലേക്ക് നയിക്കുന്നത്. അപ്പോൾ പണി ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഭാഗവതം ചെയ്യണ ഒരു വലിയൊരു കാര്യം. പക്ഷെ ഇങ്ങനെയൊക്കെ പറയും ആൾക്കാർ. പറയുമ്പോൾ നമുക്ക് തോന്നും, എന്താ, എന്തൊക്കെ ഉത്തരവാദിത്വങ്ങൾ വിട്ടെറിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഓടി വരണത് അല്ലേ ഭാഗവതൻ്റെ മുന്നിലേക്ക്. വൈകുന്നേരമൊക്കെ ആ TV സീരിയലൊക്കെ കാണുന്നത് ഒരു 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഉപേക്ഷിച്ചിട്ടൊക്കെ വരുന്ന ആൾക്കാർ എന്തൊരു കഷ്ടപ്പാടാ എന്നൊക്കെയുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ ഇനി ഉത്തരവാദിത്തങ്ങൾ ഒന്നുമില്ലാത്ത ആൾക്കാരാണോ? പക്ഷേ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മളെ കുറിച്ചിട്ട് ആൾക്കാർ പറയും. എന്തിനാ കേൾക്കാൻ പോണത്? ഇതുകൊണ്ട് എന്താ കിട്ടുക?
കയ്യിൽ നിന്ന് കാശ് ചെലവാവുകയല്ലേ ചെയ്യുക. പിന്നെയോ ഏകാശസ്കന്ധത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ പറയുമ്പോൾ ഭിക്ഷുവിൻ്റെ ഒരു അവസ്ഥയൊക്കെ പറയും. അവന്തിയിലെ ഭിക്ഷുവിനെയൊക്കെ പലതരത്തിൽ ദ്രോഹിച്ചു. ആധ്യാത്മിക പദ്ധതികളിൽ കൂടെ പോകുമ്പോൾ ദുർജനങ്ങൾ വാക്കുകൊണ്ട് പറയുക മാത്രമല്ല ഉണ്ടാവുക, പലതരത്തിലുള്ള പല വാക്കുകൊണ്ട് മാത്രമല്ല, നോട്ടം കൊണ്ടും അല്ലേ കർമ്മം കൊണ്ടും ശരീരത്തിന് വരെ ദ്രോഹിക്കണ രീതിയിൽ പെരുമാറും ബാക്കിയുള്ള ആൾക്കാർ. അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിണ്ടോ? ഉണ്ടാവാത്തത് എന്താ വെച്ചാൽ, തമാശ പറയാട്ടോ, നമുക്ക് ഉണ്ടാവാത്ത എന്താ വെച്ചാൽ, ഇവര് ഈ ഭാഗവതം കേൾക്കാൻ പോവുമല്ലോ, ഇവിടെ സമാധാനം കിട്ടുമല്ലോ. അതും നമുക്ക് വിഷമാണ് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും അല്ലേ. ഇങ്ങനെ പലതരത്തിലുള്ള വാക്കുകൾ, പ്രവൃത്തികൾ ബാഹ്യലോകം നമ്മളിലേക്ക് ഏൽപ്പിക്കും. അവയൊക്കെ എങ്ങനെ പ്രതികരിക്കണം? എങ്ങനെയാ പ്രതികരിക്കുക? ഇതിനോടൊക്കെ മിണ്ടാണ്ടിരിക്കുക, ഒരഭിപ്രായവും ഇല്ല. തിതിക്ഷ. ഇഷ്ടമാണോ അങ്ങനെയൊക്കെ പറയണ? അല്ല അല്ലേ ഉള്ളില്. പക്ഷെ എന്നാലും നമ്മൾ സഹിക്കണു. ഈ സഹിക്കല് നല്ല രീതിയിൽ ചെയ്യാം. ആദ്യത്തെ യോഗ്യത അതിവാദം സ്ഥിതിക്ഷേത. അവരിലേക്ക് യാതൊരു തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള വിപരീതമായുള്ള ബുദ്ധിയോട് കൂടിയിട്ടുള്ള നമ്മളിൽ നിന്ന് പ്രതികരണം ഉണ്ടാവാൻ പാടില്ല. അത് ലോകത്തിൻ്റെ രീതിയാണ്. ആധ്യാത്മിക സാധനകളിലേക്ക് വരുമ്പോൾ ലോകം പലതരത്തിലും നമ്മളോട് പെരുമാറും. അവയൊക്കെ പ്രസന്നതയോടുകൂടിയിട്ട് നേരിടാൻ സാധിക്കും. ഒരു തരത്തിലുള്ള വിപരീതമായിട്ടുള്ള പ്രതികരണവും ഇല്ലാതെ പ്രസന്നതയോടുകൂടി. നാളെ വല്ലവരും ചീത്ത പറയുമ്പം അനുഗ്രഹിക്കണം എന്നല്ല കേട്ടോ പോയിട്ട്, നമ്മുടെ ഉള്ളില് അതിനോട് പ്രസന്നതയോടുകൂടി നിൽക്കുക. ലോകത്തിൻ്റെ രീതിയാണ് എന്നുള്ള രീതി. അതിനൊക്കെ സഹിക്കാനുള്ള ശക്തി, തേജസ്, അതൊരു ശക്തിയാണ്. ആ ശക്തിയെ, തേജസ്സിനെ നമ്മളിലേക്ക് ഏറ്റെടുക്കുക. മനസ്സിലായോ പറഞ്ഞത്? ഒന്നാമത്തെ ഈ പ്രകരണത്തിലുള്ള പറയേണ്ട വിഷയത്തിലുള്ള ഒരു ശ്ലോകമാണ് പറയണത്. അതിവാദം സ്ഥിതിക്ഷേത നാവമന്യേത കഞ്ചന. ലോകത്തിലേക്ക് നോക്കിയാൽ പല ശാസ്ത്രങ്ങൾ, പല പഠന വിഷയങ്ങൾ, പല സ്വഭാവങ്ങൾ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാനും കേൾക്കാനും തൊടാനും രുചിക്കാനും ഒക്കെയുള്ള അനവധി വിഷയങ്ങളെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു. ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. നമ്മൾ തപസ്സിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഭാഗവതത്തിൻ്റെ മുന്നിലേക്ക്, ഗുരുവായൂരപ്പൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഗുരുവായൂരപ്പനോട് ചേർന്നിരിക്കുന്ന, ഗുരുവായൂരപ്പനായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തർ. അപ്പോൾ ഈ ബാഹ്യലോകത്തിലെ ഏത് രീതിയിലുള്ള സ്വഭാവങ്ങളിലേക്കും അവജ്ഞയോടുകൂടി നോക്കാതിരിക്കുക. അതൊക്കെ ഭഗവാനിൽ നിന്ന് വന്നതാണ്. ബാഹ്യലോകത്തിലെ സ്വഭാവങ്ങളൊക്കെ. നാവമന്യേത കഞ്ചന. ആരെയും അപമാനിക്കാതിരിക്കുക. ഒരാളോടും ആദ്യം എവിടെയാണ് തുടങ്ങേണ്ടത്? അവനവനിൽ തുടങ്ങുക. അവനവനെ ചെറുതായിട്ട് കാണാതിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പനാണ്, അമൃതസ്വരൂപികളാണ് നമ്മൾ ഓരോരുത്തരും. അവനവനെ, ഇവിടുത്തെ ഭാഷയാണോ എവിടുത്തെ ഭാഷ, കൊച്ചായിട്ട് കാണുക എന്ന് പറയുള്ളൂ. ചെറുതാക്കി കുറച്ചാക്കി കാണാതിരിക്കുക. കൊച്ചായിട്ട് കാണുന്നതിൽ കുഴപ്പമില്ല. നിസ്സാരതയോടുകൂടി അവനവനെ കാണാതിരിക്കുക. ഞാൻ നല്ല ശക്തിയുള്ള ആളാണ്, ഞാൻ നല്ല തേജസ്സുള്ള ആളാണ്,
ഞാൻ നല്ല പ്രസാദമുള്ള ആളാണ്, ഞാൻ നല്ല പ്രസന്നതയുള്ള ആളാണ്. ഇതൊക്കെ കഴിഞ്ഞ അവസാനം ചോദ്യം ഉണ്ടാവും. ഈ ചോദ്യത്തിനൊക്കെ മറുപടി തരണം കേട്ടോ. അവനവനിൽ തുടങ്ങുക. ഒരു തരത്തിലും നിസ്സാരരല്ല നമ്മൾ ഓരോരുത്തർ. ഈ ബ്രഹ്മ വിഷയമാണ് ഇവിടെ, ബ്രഹ്മതത്വത്തിനെ കുറിച്ചുള്ള വിഷയമാണ് ഈ ബ്രഹ്മതത്വം, അല്ലെ? ബ്രഹ്മജിജ്ഞാസ അല്ലെങ്കിൽ ബ്രഹ്മബോധം, ബ്രഹ്മാനന്ദം. ബാലകൃഷ്ണൻ നായർ പറയുക എന്താ വെച്ചാൽ, ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞ പദം തന്നെ ആവശ്യമില്ല എന്നാണ്. കാരണം എന്താ, ബ്രഹ്മം എന്നുള്ള പദവും ആനന്ദം എന്നുള്ള പദവും അങ്ങനെ രണ്ട് പദമാക്കണ്ട, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ മതി. ഈ ബ്രഹ്മം എന്നുള്ളത് സാധ്യമാണ്, ലളിതമാണ്, സുസാധ്യമാണ്, ലളിതാണ്, നമുക്ക് അധികാരമുള്ളതാണ്, ലളിതാണ്. നമ്മളാകെ കൂടി ഇതിനെയൊക്കെ അങ്ങനെ എന്താ കടിച്ചാ പൊട്ടാത്ത ഉരുട്ടി ചൂട്ടി കൂട്ടി അല്ലേ അവസാനം സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണ, ഉറക്ക ഗുളിക കഴിച്ചിട്ട് ഉറങ്ങാൻ പറ്റണില്ലെങ്കിൽ കുറച്ചു നേരം വേദാന്തം കേട്ടാൽ മതി എന്നാണ്, സുഖമായിട്ട് ഉറങ്ങും. എല്ലാവർക്കും അധികാരമുള്ള വസ്തുവാണ്, ലളിതമാണ്, സാധ്യമാണ് ബ്രഹ്മം എന്നുള്ളത്. കിട്ടാത്ത വസ്തുവല്ല, നമുക്ക് കിട്ടാത്ത വസ്തുവല്ല, നമുക്ക് അവകാശമുള്ള വസ്തുവാണ്. ഗുരുവായൂരപ്പൻ എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. ഞാൻ എങ്ങനെ വേണമെങ്കിലും, കപില ഉപദേശത്തിൽ ഭഗവാൻ പറയും, നിങ്ങൾ വിളിക്കൂ എന്നെ, ഞാൻ ഏത് വേഷത്തിൽ എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് മടിയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കൂ. നിങ്ങൾ പരമപ്രേമത്തോടുകൂടി എന്നെ സമീപിക്കൂ, ഞാൻ നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും, അല്ലേ? പേരക്കുട്ടിയായിട്ടോ, കുട്ടിയായിട്ടോ, ഈശ്വരനായിട്ടോ, ഗുരുനാഥനായിട്ടോ, ദൈവമായിട്ടോ, ബന്ധുവായിട്ടോ, മിത്രമായിട്ടോ, ഭർത്താവായിട്ടോ, കാമുകനോ ആയിട്ടോ ഒക്കെ ഭഗവാൻ തയ്യാറാണ്. നമ്മളാണ് വിളിക്കാത്തത്. ആ വിളിക്കാൻ തയ്യാറാവും, പരമപ്രേമത്തോടുകൂടി വിളിക്കും. അപ്പോൾ ഇതിനുള്ള ശുദ്ധി, ശക്തിയുള്ള ആൾക്കാരാണ്. ബ്രഹ്മബോധത്തിന് അവകാശവും സാധ്യവുമായിട്ടുള്ള ബ്രഹ്മബോധത്തിലേക്ക് എത്തിച്ചേരേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് അവനവനെ നിസ്സാരരാക്കാതിരിക്കുക. നമ്മളെ മാത്രമല്ല നിസ്സാരരാക്കാതെ, നമ്മൾ വലിയ ആൾക്കാർ, ബാക്കിയുള്ളവരൊക്കെ എന്താ, ചെറിയ ആൾക്കാരാണോ? എല്ലാവരും അതേപോലെ തന്നെ ഗുരുവായൂരപ്പന്മാരാണ്. ബാക്കിയുള്ളവരും പ്രസന്നതയോടുകൂടി, അല്ലെ, പ്രസാദത്തോടുകൂടി പ്രപഞ്ചത്തിലിരിക്കുന്ന ആൾക്കാരാണ്. നാവമന്യേത കഞ്ചന. ആരെയും നമ്മളെ കൊച്ചാക്കരുത്. പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനെയും ചെറുതായി കാണാതിരിക്കുക. നമ്മൾ നടക്കുമ്പോൾ പുല്ലുകളെ ചവിട്ടും, ആലോചിച്ച് നോക്കിയാൽ എന്തൊരു വലിയൊരു സേവനമാണ് ആ കറുകത്തലപ്പുകൾ ചെയ്യണത്. ചുട്ടുപഴുത്ത നമ്മുടെ കാലുകൾക്ക് കുളിര്, ശ്വസിക്കാനുള്ള ഓക്സിജൻ, അല്ലേ? ഒരു പുല്ലിന് എത്ര അനുഗ്രഹം പ്രപഞ്ചത്തിലേക്ക് കൊടുക്കാൻ പറ്റും. തൃണാദപി സുനീചേന എന്ന് പറയും ചൈതന്യ മഹാപ്രഭു. നോക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ ആനന്ദത്തോടു കൂടിയിട്ട് ഗുരുവായൂരപ്പനിലേക്ക് ചേർന്നിരിക്കുന്ന ഒരു ദൃശ്യം ഏത് സിറ്റി ലൈഫിലും നമുക്ക് കാണാൻ സാധിക്കും. മഹാനഗരങ്ങളിൽ നമ്മൾ പറയും നരകാണെന്നൊക്കെ പറയും. പക്ഷെ ജനങ്ങളുടെ, ചിലരുടെയൊക്കെ മനസ്സിൻ്റെ വിശാലതകൾ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ ഗുരുവായൂരപ്പന്മാരാണ് എന്ന് തിരിച്ചറിയും. ഓരോ വസ്തുവും അനുഗ്രഹം തരാൻ വേണ്ടി തയ്യാറായിട്ട് ഈശ്വരസ്വരൂപങ്ങളായിട്ട് നിൽക്കുന്ന വസ്തുക്കളാണ് പ്രപഞ്ചത്തിൽ. മരമായാലും വൃക്ഷങ്ങളായാലും പക്ഷികളായാലും മൃഗങ്ങളായാലും ലതാദികളായാലും നമ്മളായാലും നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരായാലും, അല്ലേ? ഭർത്താവ്, ഭാര്യ, മരുമകൻ, മരുമകൾ, എവിടെയാ യുദ്ധം, മഹാഭാരത യുദ്ധം തുടങ്ങുകയെന്ന് ചോദിച്ചാൽ 8:30 രാവിലെ 8:30ക്കും 9:00ക്കും ഇടയിൽ 2 കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയാൽ കാണാമെന്നാണ് മഹാഭാരത യുദ്ധം. ഒരു ഗ്രഹത്തിൽ സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളും
ജാമാതാക്കളും ഉള്ളൊരു ഗൃഹത്തിൽ പോയാൽ രാവിലെ 8:30-ക്കും 9:30-ക്കും ഇടയിൽ എന്തുണ്ടാവും? നോക്കിക്കഴിഞ്ഞാൽ ഇവയൊക്കെ അനുഗ്രഹമായിട്ട് പ്രസാദമായിട്ട് വരും. അവരെയും കുട്ടികളെയും പേരക്കുട്ടികളെയും കുടുംബത്തിലെ ബാക്കിയുള്ള അംഗങ്ങളെയും ഈശ്വര സ്വരൂപങ്ങളായിട്ട് കാണാൻ സാധിക്കും. ഇത് ഇവിടെയൊന്നും അല്ലാട്ടോ തുടങ്ങണത്. ഇത് വളരെ നേരത്തെ ഭാഗവതം പറഞ്ഞു തരുന്ന ശാസ്ത്രമാണ്. സപ്തമസ്കന്ധത്തിലായാലും ഒക്കെ പറയും ശ്രീനാരദ മഹർഷി. കുടുംബാംഗങ്ങളെ ഈശ്വര സ്വരൂപമായിട്ട് കാണാൻ തുടങ്ങിയ കലഹണ്ടോ? കുടുംബ കോടതികളെയൊക്കെ പിരിച്ചുവിടാൻ പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല രസമായിട്ടിരിക്കും. ക്ഷേത്രമായിട്ട് അല്ലെ, ശരീരം ക്ഷേത്രമാവും, കുടുംബം ക്ഷേത്രമാവും. അവിടെയാണ് നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ സന്ധ്യാസമയങ്ങളിൽ ആ ഈശ്വരസ്വരൂപമായിട്ടുള്ള ക്ഷേത്രസ്വരൂപമായിട്ടുള്ള കുടുംബത്തിൻ്റെ മുന്നിൽ നമ്മൾ വിളക്ക് കൊളുത്തും. പിന്നീട് കുടുംബത്തിൽ നിന്ന് അവനവൻ കുടുംബം, സമൂഹം, രാജ്യം, സമുദായം, സമൂഹം, കുടുംബം, രാജ്യം, പ്രപഞ്ചം, പ്രപഞ്ചത്തിലേക്ക് നിറയാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരിക, നിറഞ്ഞു വരിക. മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ സാധിക്കുക, സകലതിനും മംഗളം ഭവിക്കട്ടെ, എന്നിൽ നിന്നുള്ള അനുഗ്രഹം, എന്നിൽ നിന്നുള്ള തേജസ് പ്രസരിക്കട്ടെ ലോകത്തിലേക്ക്. നാവമന്യേത കഞ്ചന, ഒരു വസ്തുവിനോടും നിസ്സാരമായിട്ട് പ്രവർത്തിക്കാതിരിക്കുക. കപിലവാസുദേവൻ പറയും, സകല പ്രപഞ്ചത്തിനോടും അർഹയെ ദാനമാനാഭ്യാം മൈത്രിയാഭിന്നേന ചക്ഷുഷ. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും നമ്മളിൽ നിന്ന് ദാനവും മാനവും ആവശ്യപ്പെടുന്നു. ഓരോ വസ്തുവും ആവശ്യപ്പെടുന്ന ദാനം മാനം കൊടുക്കാൻ സാധിക്കണം. ഭാഗവതം കേൾക്കുന്ന ആൾക്കാരായാൽ. നിങ്ങൾ ഭാഗവതം കേൾക്കുന്ന ആൾക്കാരല്ലേ? ഓരോ വസ്തുവും അല്ലേ, ഒരു ചെടിക്ക് എന്താ വേണ്ടത്? വെള്ളവും വളവുമാണ് വേണ്ടത്. അതിനു മുന്നിൽ മാലിടുന്നതിന് പകരം വെള്ളവും വളവും കൊടുക്കുക. ദാഹിച്ചു വലഞ്ഞു വരുന്ന ആൾക്കാർക്ക് വെള്ളം കൊടുക്കുക, വിശന്നു വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രമില്ലാതെ വരുന്ന ആൾക്കാർക്ക് വസ്ത്രം കൊടുക്കുക. അർഹയെ ദാനമാനാഭ്യാം, എങ്ങനെയാ? മൈത്രിയാഭിന്നേന ചക്ഷുഷ, എന്നിൽ നിന്ന് വ്യത്യസ്തനാണ് ഇയാള് എന്നുള്ള രീതിയിലല്ലാതെ എന്നോട് ചേർന്ന് സമനായിട്ട് വർത്തിക്കുന്ന ഈശ്വര സ്വരൂപമാണ് എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് പ്രപഞ്ചത്തിനോട് പെരുമാറുക. അപമാനിച്ച്, കപിലവാസുദേവൻ പറയാം, അപമാനിച്ചുകൊണ്ട് ഏതെങ്കിലും വസ്തുക്കളോട് പെരുമാറിയിട്ട് ഈശ്വരൻ്റെ മുന്നിൽ സ്വർണ്ണക്കുടത്തിൽ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കമഴ്ത്തി വെച്ചാലൊന്നും ഈശ്വരൻ പ്രസാദിക്കില്ല. ലോകത്തിനോട് ബഹുമാനത്തോടുകൂടി വേണ്ടത് കൊടുത്ത് ലോകത്തിനോട് പെരുമാറുക. നിസ്സാരമായിട്ട് ഒരു വസ്തുവില്ല, ഒരു വസ്തുവിനെയും. ഞാൻ ഇന്ന് ഭാഗവതം കേട്ട് ദശാവതാര മഹാസത്രത്തിൽ ഭാഗവതം കേട്ട ആൾക്കാരാണ്. ഞാനിനി ലോകത്തിനോട് പ്രസാദത്തോടു കൂടിയേ പെരുമാറുള്ളൂ എന്നുള്ള പ്രതിജ്ഞയെടുത്തിട്ട് ഇവിടുന്ന് പോകാൻ സാധിക്കും. ചെയ്യില്ലേ? ഒരു സംശയമൊക്കെ ഉണ്ട് ചിലവരുടെ മുഖത്ത്. പറ്റും. നമ്മളൊക്കെ ഭാരതത്തിൽ വന്ന് ജനിച്ച ഭാഗവതത്തിൻ്റെ മുന്നിൽ, ഗുരുവായൂരപ്പൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്കാരാണ്. പറ്റും, നമുക്ക് ചെയ്യില്ലേ? നാമം ജപിക്കണോ? അതിനോ ക്ലാപ്പ് അടിക്കണോ? പറ്റും നമുക്ക് ഓരോരുത്തർക്കും. അത് തുടങ്ങുക. ഇതാണ് തപസ് എന്ന് പറയുന്നത്. ഇതാണ് ആധ്യാത്മിക സാധനകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴുള്ള രീതി. അല്ലെങ്കിൽ ഒരു യോഗ്യത ഈ ശ്ലോകങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ വിഷയം പറയുമ്പോഴുള്ള ഒരു ശ്ലോകത്തിൽ പറയുമ്പോൾ അതിവാദാം, മനസ്സിലായില്ലേ? അതിവാദാം സ്ഥിതിക്ഷേത, സഹിക്കുക, പോസിറ്റീവായിട്ട് സഹിക്കുക. നാവമന്യേത കഞ്ചന, ഒരു വസ്തുവിനെയും നിസ്സാരമാക്കിയിട്ടോ അവജ്ഞയോടു കൂടിയിട്ടോ ഒരു വസ്തുവിനോടും പെരുമാറാതിരിക്കുക. ഇനി തൊട്ട് നിങ്ങളുടെ കുടുംബത്തിൽ
ഒരു തരത്തിലുള്ള ചീത്തവാക്കുകളും ഉണ്ടാവാൻ പാടില്ല, കലഹങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഭാഗവത്ത് കൂടെ ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ ഭാഗവതം കേട്ടിട്ട് എന്താ കാര്യം? ന ചേമം ദേഹമാശ്രിത്യ വൈരം കുർവീത കേനചിത്. എൻ്റെ ശരീരത്തിന് വേണ്ടത് പല ആവശ്യങ്ങളും ഉണ്ടല്ലേ. 2 ലഡ്ഡു കിട്ടിയാൽ അപ്പം അങ്ങോട്ട് കഴിക്കണം, ഇടും ഇടും എന്ന് പറഞ്ഞിട്ട് വിഴുങ്ങും അല്ലേ. 2 ലഡ്ഡു കിട്ടണം, കഴിക്കാൻ കിട്ടണം, അല്ലെങ്കിൽ ഇന്നത് കുടിക്കാൻ കിട്ടണം. ഇങ്ങനെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ പലതും ഉണ്ടാവും. നമ്മൾ നല്ല ഈ ലഡ്ഡു ഒക്കെ കഴിക്കണം എന്നുള്ള നല്ല ആഗ്രഹം. ഷുഗർ എത്ര ഉണ്ട്? 690. 690 ഷുഗർ ലെവലുള്ള ആൾക്കാണ് 2 ലഡ്ഡു കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവണതേ. കുട്ടികൾ കൊടുക്കുവോ? കുടുംബത്തിലെ ബാക്കിയുള്ളവർ അവർക്കറിയാം എന്താ വെച്ചാൽ 2 ലഡ്ഡു തരൂ പറഞ്ഞ് ലഡ്ഡു കൊണ്ടുപോയി കൊടുത്താൽ അവരെന്നെ ICUവിൽ കൊണ്ടുപോയിട്ട് ആംബുലൻസ് വിളിച്ചിട്ട് ICUവിൽ കൊണ്ടുപോയിട്ട് കിടത്തേണ്ടി വരും. അപ്പോൾ കുട്ടികൾ തരുമോ? നമ്മുടെ മുന്നിൽ നിന്ന് ചിലപ്പോൾ കഴിക്കുകയും ചെയ്യും. ന ചേമം ദേഹമാശ്രിത്യ വൈരം കുർവീത കേനചിത്. എൻ്റെ ഈ നിസ്സാരായിട്ടുള്ള ശരീരത്തിൻ്റെ ഓരോ ആഗ്രഹങ്ങൾ സാധിക്കണില്ല എന്നുള്ള രീതിയാണ് പലതും നമുക്ക് പലപ്പോഴും തോന്നും. എനിക്ക് പലതും ആവശ്യമുണ്ട്, ആവശ്യമുള്ളതൊക്കെ കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളുമാണ്, പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. ലഡുവിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കണ്ണിന് കാണേണ്ടത് പലതും, കാതിന് കേൾക്കേണ്ടത് പലതും അല്ലേ, പലതും ഉണ്ട്. നമുക്ക് ഇന്ന തരത്തിലുള്ള സംഗീതമാണ് ഇഷ്ടം, ഇന്ന പാട്ടാണ് ഇഷ്ടം, അത് മാത്രം കേൾപ്പിക്കില്ല. കണ്ണുകൊണ്ട് കാണണം എന്ന് പറഞ്ഞാൽ അത് മാത്രം കാണിക്കില്ല. ഇങ്ങനെ ഇന്ദ്രിയങ്ങളുടെ പല ആവശ്യങ്ങളും ശരീരത്തിൻ്റെ പല ആവശ്യങ്ങളും സാധ്യമാണെങ്കിൽ കൂടി തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റണില്ല. അപ്പോഴാണ് എന്ത് തുടങ്ങണു? ഇന്ന് എനിക്ക് ലഡ്ഡു കിട്ടാത്തത് ഇയാൾക്ക് ഞാൻ പണ്ട് മിഠായി കൊടുക്കാത്തതുകൊണ്ടാ, അതിന് പകരം ചോദിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധം കണ്ട് തുടങ്ങിയല്ലേ. കുടുംബത്തിൽ കലഹം തുടങ്ങി. ഇത് കുടുംബത്തിൽ മാത്രമല്ല, നമ്മൾ നോക്കൂ, നമ്മുടെ പല ആവശ്യങ്ങളും പലരും കുടുംബത്തിൻ്റെ പുറത്ത് അല്ലേ, അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാർ ഒക്കെ പല ആവശ്യങ്ങളും നമുക്ക് സാധ്യമാണെങ്കിൽ കൂടെ നിരസിക്കുന്നുണ്ട്. ആധ്യാത്മിക സാധനയിൽ തപസ്സിൽ വരുമ്പോൾ തപസ് അതിന് കുറച്ചൊരു ഋഷഭദേവൻ പറയും, നായം ദേഹോ ദേഹഭാജാം ത്രിലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജാം യേ തപോദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേദ്യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. ഈ മനുഷ്യ ശരീരം എന്നുള്ളത് ഇതേപോലുള്ള നിസ്സാരായിട്ടുള്ള സുഖങ്ങൾ അനുഭവിച്ച് വ്യർത്ഥമാക്കി കളയാനുള്ളതല്ല. നിങ്ങൾക്ക് ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ സുഖമാണോ ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിൽ, അതാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ, ഇന്നത്തെ കുട്ടികളുടെ അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കലാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ എന്തിനാ മനുഷ്യനായിട്ട് ജനിച്ചത്? വേറെ ജീവന്മാരായിട്ട് മൃഗ പക്ഷികളൊക്കെ ആയിട്ട് ജനിച്ചു കഴിഞ്ഞാൽ സുഖങ്ങൾ അനുഭവിക്കൽ, നിയന്ത്രണമില്ലാതെ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കൽ അവിടെ സാധിക്കും. അവിടെ പോലീസും ഇല്ല, കോടതിയില്ല, നിയമവും ഇല്ല, ഒന്നുമില്ല. ആരോടും എങ്ങനെയും എന്ത് വേണമെങ്കിലും എപ്പോഴും ചെയ്യാൻ പറ്റും. മനുഷ്യനാകുമ്പോഴേക്കാണ് നിയമം ഒന്നുമല്ല. ഇവിടെ ഇയാളോട് ഇങ്ങനെ നോക്കണം, അയാൾ അങ്ങോട്ട് നോക്കണം, അമ്പലത്തിൽ പോകുമ്പോൾ ഈ ഡ്രസ്സ് ഇടണം, ചന്തയിൽ പോകുമ്പോൾ മറ്റേ ഡ്രസ്സ് ഇടണം. സുഖമാണ് അനുഭവിക്കണമെങ്കിൽ, ലക്ഷ്യമെങ്കിൽ ഇന്ദ്രിയ സുഖമാണ്. എന്നാൽ മനുഷ്യ ശരീരം എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ മനുഷ്യ ശരീരത്തിൻ്റെ ലക്ഷ്യം എന്താ? തപോദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേദ്യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. അനന്താനന്ദത്തെ ഏറ്റെടുക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ അതിനുള്ള അധികാരം
അതിനുള്ള ശ്രമമാണ് മനുഷ്യജന്മം കൊണ്ട് ചെയ്യുന്നത്. അനന്താനന്ദം, ബ്രഹ്മസൗഖ്യത്തെ, അനന്തമായിട്ടുള്ള ആനന്ദം. അതിന് പക്ഷേ തപോദിവ്യം, ദിവ്യമായ തപസ്, പ്രകാശപൂരിതമായിട്ടുള്ള തപസ് ആവശ്യമുണ്ട്. അത് ചെയ്യണം, കുറച്ച് കഷ്ടപ്പാട്. തിരുനാമാചാര്യൻ പറയും, തിരുനാമാചാര്യൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഇവിടെ ഗുരുനാഥൻ പറയും, തിന്നാം ഉറങ്ങാം പൊരുതാം പുളയ്ക്കാം പന്നിക്കുകൂടി ഭുവനത്തിലിങ്കൽ, എന്നാൽ മുകുന്ദൻ്റെ പദാരവിന്ദം ധ്യാനിക്കുവാൻ ശക്തി നരന്നു മാത്രം. ബാക്കിയുള്ള ജന്തുജാലങ്ങൾക്കൊക്കെ പറ്റും, ബാക്കിയുള്ളതൊക്കെ തിന്നാം ഉറങ്ങാം പൊരുതാം പുളയ്ക്കാം. എന്നാൽ മുകുന്ദൻ്റെ പദാരവിന്ദം ധ്യാനിക്കുവാൻ ശക്തി നരന്നു മാത്രം. ഗുരുവായൂരപ്പനെ അറിയാൻ, ഗുരുവായൂരപ്പനെ പ്രേമിക്കാൻ, ഗുരുവായൂരപ്പനെ ഏറ്റെടുക്കാൻ മനുഷ്യജന്മം കൊണ്ടേ സാധിക്കുള്ളൂ. അതിനുള്ള അവകാശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേമം ദേഹമാശ്രിത്യ വൈരം കുർവീത കേനച്ച്. അതുകൊണ്ട് ഇപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? എന്താ? അതിവാദാസ്ഥിതിക്ഷേത, ഒരാളോടും എല്ലാം സഹിക്കും, മോശമായിട്ട് പെരുമാറില്ല, ഒരാളെയും അവജ്ഞയോടുകൂടി നോക്കില്ല, ഒരാളോട് ചീത്തവാക്കുകൾ പറയില്ല. മനുഷ്യരോട് മാത്രമല്ല കേട്ടോ, കിളികളോടും മൃഗങ്ങളോടും പക്ഷികളോടും വള്ളികളോടും വൃക്ഷങ്ങളോടും. പണ്ടുള്ള തറവാട്ടിലൊക്കെ നോക്കൂ, തൊഴുത്തൊക്കെ ഉണ്ടാവും, പശുക്കളൊക്കെ ഉണ്ടാവും. പശുക്കളുള്ള ആൾക്കാരുണ്ടാവും, വളർത്തുന്ന ആൾക്കാരെ പണ്ടുണ്ടാവും. പശുക്കളോട് സംസാരിക്കും അദ്ദേഹം, ഇല്ലേ? നമ്മളെക്കാളും താഴ്ന്നല്ല, സംസാരിക്കും, അവയെ കുടുംബാംഗത്തിനെ പോലെ നോക്കും. ഇത് എല്ലാ വസ്തുക്കളോടും ചെയ്യാം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഇന്ന് തൊട്ട് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങണം. ചേഹം ദേഹമാശ്രിത്യ വൈരം കുർവീത കേനചിൽ. എൻ്റെ ശരീരത്തിൻ്റെ, ഇന്ദ്രിയങ്ങളുടെ, അന്ധകരണത്തിൻ്റെ ഒക്കെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആരോടും വിരോധം വെക്കില്ല. ചെയ്യലേ? അതൊക്കെ കൂടി പ്രശ്നമായി എന്നാണ് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ തോന്നുന്നത്. ഇതൊരു യോഗ്യതയാണ് ശാസ്ത്രത്തിന്. പരംപദം വൈഷ്ണവമാമനന്തി തത്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. പരംപദം വൈഷ്ണവം ആമനന്തി, ഇതാണ് ലക്ഷ്യം. അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഉള്ള ഭാഗവതത്തിൻ്റെ അവസാന വിഷയങ്ങളിലേക്ക് വരുമ്പം ഗുരുവായൂരപ്പൻ്റെ യോഗീന്ദ്രാണാം തുതങ്കേഷു അധികസ്സു മധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം. എത്ര പേർക്ക് അറിയുള്ളൂ? കാമവർഷദ്യുതരുകിസലയം നാഥതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം. ഇതാണ് നാരായണീയത്തിൻ്റെ അവസാനം വരുന്നത്. അവസാനത്തെ പ്രാർത്ഥനകള് നിത്യം ചിത്തസ്ഥിതം മേ യോഗീന്ദ്രാണാം ത്വദംഗേഷു അധികസു മധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം. അവിടെയാണ് ആരിരിക്കണു? ഭഗവാന്റെ പാദാരവിന്ദത്തിലെ പാദമൂലത്തിലെ അധിക സുമധുരാണ്. മുക്തിഭാജാം നിവാസോ, പരമഹംസന്മാർ അവിടെയാണ് ഇരിക്കുന്നത്. ഉപനിഷത്സുന്ദരീ മണ്ഡലേശ്ച, ഉപനിഷത്സുന്ദരികളെ പ്രേമപൂർവമായിട്ടുള്ള വികാരങ്ങളോടുകൂടി ആ പ്രേമ വികാരത്തിൽ മുങ്ങി പ്രേമത്തിൽ അലിഞ്ഞൊന്നും മിണ്ടാൻ പറ്റാതെ ലജ്ജാവിവശരായിട്ട്, അങ്ങനെയാണല്ലോ വേദാന്തം പറയുമ്പം ഏത് മഹാശാന്തതയിലേക്കാണ്. വേദാന്തം വേറെ രീതിയിൽ പോകുമ്പം നാരായണീയം വേറെ, രണ്ടും ഒരേ ലക്ഷ്യം.
നേതി 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 എന്ന് പറഞ്ഞ് ഡിലേറ്റ് ചെയ്ത് ഏതൊരു മൗനത്തിലേക്കാണോ ഉപനിഷത് മന്ത്രങ്ങൾ എത്തിച്ചേർക്കുന്നത്, അത് ബ്രഹ്മം എന്ന് അനുവർത്തിക്കണ ഉപനിഷത് മന്ത്രങ്ങൾ ബാക്കിയുള്ളതിനെ ബ്രഹ്മമല്ലാത്ത വസ്തുക്കളെ മുഴുവൻ എന്നേതിനേതീത്യതുൽസൃക്ഷവ, അതിനെയൊക്കെ ഡിലേറ്റ് ചെയ്ത് നേതി അല്ല 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 എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് ഇതാണ് ബ്രഹ്മം എന്ന് പറയുമോ? ഇതാണ് ബ്രഹ്മം എന്ന് പറയില്ല. കാരണം ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും അലിഞ്ഞില്ലാതെയാവും. പ്രേമപൂർണതയിൽ മഹാമൗനത്തിൽ നിൽക്കും. ആ എവിടെ ഉപനിഷത് മന്ത്രങ്ങള് പ്രേമപൂർവം മഹാമൗനത്തിൽ എവിടെ നിൽക്കണുവോ അത് ബ്രഹ്മം എന്ന് അനുവർത്തിക്കണ ഋഷീശ്വരന്മാർ മനസ്സിലാകും എന്നർത്ഥം. അപ്പൊ ഇതാണ് ലക്ഷ്യം. പരംപദം വൈഷ്ണവമാമനന്തി യോഗീന്ദ്രാണാം ത്വദംഗേഷു അധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥാ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ. ഇത് ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്കാണ് പരീക്ഷിത്ത് എത്തിച്ചേരുന്നത്. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷന്നാത്മാനം ആത്മന്യാധായ നിഷ്കളേ. ശ്രീശോബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവസാനം ചോദിച്ചു, കിം ഭൂയ ശ്രോതുമിച്ഛസി. നമ്മൾ വിഷയത്തിലേക്ക് വരുന്നേ ഉള്ളൂ. ഒരു ശ്ലോകം പറഞ്ഞു കേട്ടോ, ഒരു വിഷയം പറഞ്ഞില്ല എന്ന് പറയാൻ പാടില്ല. ഒരു ശ്ലോകം പറഞ്ഞിട്ടുണ്ട്, കിം ഭൂയ ശ്രോതുമിച്ഛസി. ശ്രീശോബ്രഹ്മർഷിയുടെ അവസാനത്തെ വാക്കുകൾ എന്ന് പറയാം. ഇനി എന്താ കേൾക്കേണ്ടതുള്ളത്? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് മരണത്തിൽ പേടിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രഭാഷണം ചെയ്യണതിൻ്റെ ആവശ്യമില്ല. കിം ഭൂയ ശ്രോതുമിച്ഛസി. ഇനി എന്തെങ്കിലും കേൾക്കാനുണ്ടോ, അറിയാനുണ്ടോ, ഞാൻ പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് ശ്രീശുഖബ്രഹ്മർഷി. ഇത് കേട്ടതോടുകൂടി നമ്മൾ പറഞ്ഞു, ദ്വിതീയ സ്കന്ധത്തിലെ ആത്മഭാവം ദൃഢം ഗത സംസ്ഥാം വിജ്ഞായ സന്യസ്യ കർമ്മത്രൈവർഗികം ചെയ്യൽ വാസുദേവേ ഭഗവതി ആത്മഭാവം ദൃഢം ഗത എന്ന് പറഞ്ഞു ഉറപ്പിച്ചിട്ടാണ് ഭാഗവതത്തിന്റെ മുന്നിൽ പരീക്ഷിച്ചിരിക്കുന്നത്. ആ പരീക്ഷിത്ത് ഈ ബ്രഹ്മോപദേശം കിട്ടിയതോടുകൂടി ഇനി എന്തെങ്കിലും കേൾക്കാനുണ്ടോ എന്ന് ഗുരുനാഥൻ ചോദിക്കുമ്പോൾ, ഏതന്നിശമ്യ മുനിനാഭീതം പരീക്ഷിത് വ്യാസാത്മജേന നിഖിലാത്മദൃശാസമേന. നമുക്കിത് പറയുമ്പോൾ നമ്മുടെ ഗുരുനാഥന്മാരെയൊക്കെ ഓർമ്മ വരും. എങ്ങനെയാ ഗുരുനാഥന്മാര്? നിഖിലാത്മദൃശ, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വസ്തുവിനെയും ഗുരുവായൂരപ്പനായിട്ട് കാണുന്ന ആൾക്കാരാണ് ഗുരുനാഥൻ. ഇത് പ്രഥമസ്കന്ധത്തില് യം പ്രവ്രജന്തം അനുപേതം അപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം. ഗുരുനാഥൻ ശ്രീശുഖബ്രഹ്മർഷി സർവഭൂതഹൃദയനാണ്. സർവഭൂതഹൃദയനായതുകൊണ്ട് തന്നെ ശ്രീശുഖബ്രഹ്മർഷി ഓടി നടന്നപ്പോൾ വൃക്ഷങ്ങൾക്ക്, ഏറ്റവും നിസ്സാരമായിട്ടുള്ള ജീവികളാണെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്, കാട്ടിലെ മരങ്ങൾക്ക് സർവഭൂതഹൃദയത്വം ശ്രീശുഖബ്രഹ്മർഷി അടുത്തുകൂടെ ഓടി നടന്നപ്പോൾ ലഭിച്ചു. അതുകൊണ്ട് വ്യാസൻ, വേദവ്യാസ മഹർഷി മകനെ എന്ന് വിളിച്ചപ്പോൾ വൃക്ഷങ്ങൾ ഓർമ്മിച്ചു. എന്താ ഓർമ്മിച്ചത്? ഞങ്ങൾ വ്യാസഭഗവാന്റെ മക്കളല്ലേ. കാരണം എന്താ? ശ്രീശുഖബ്രഹ്മർഷി എങ്ങനെയാ കണക്കാക്കണത്? വൃക്ഷങ്ങളും ഞാനും ഭേദമില്ല എന്നുള്ളത്. അപ്പോൾ വൃക്ഷങ്ങൾക്കും തോന്നി നമ്മളും ഗുരുവായൂരപ്പൻ്റെ സ്വരൂപങ്ങളാണ്. അതുകൊണ്ട് ശ്രീശുഖബ്രഹ്മർഷിയും നമ്മളും തമ്മിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് വേദവ്യാസ മഹർഷി മകനെ എന്ന് വിളിച്ച് ഓടി വരുമ്പം ഉത്തരം കൊടുക്കാൻ ആർക്കധികാരമുണ്ട്? വൃക്ഷങ്ങൾക്ക് അധികാരമുണ്ട്. സർവഭൂതഹൃദയത്വം മറ്റു വസ്തുക്കൾക്ക് കൂടി
പ്രസരിപ്പിച്ചുകൊണ്ടാണ് ശ്രീ ശുഭബ്രഹ്മർഷി നടക്കുന്നത് എന്നർത്ഥം. നിഖിലാത്മദൃശാം, സകല വസ്തുക്കളെയും ഭഗവത് സ്വരൂപമായിട്ട്, ഈശ്വര സ്വരൂപമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ സകല വസ്തുക്കളെയും നിഖിലാത്മദൃശ എന്നുള്ള രീതിയിൽ ഈശ്വരസ്വരൂപമായിട്ട് കാണുമ്പോൾ തന്നെ സമേന എന്നുള്ള അവസ്ഥ വരും. വസ്തുക്കൾ തമ്മിൽ, ഞാനും ബാഹ്യപ്രപഞ്ചവും ബാക്കിയുള്ള വസ്തുക്കളും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവുമില്ല. സകലതും ബ്രഹ്മം, സകലതും ഗുരുവായൂരപ്പൻ. നമ്മളും അങ്ങനെയാട്ടോ ഇരിക്കുന്നത്. ആദ്യം പറഞ്ഞത് ഓർമ്മിക്കണം ഇടയ്ക്കിടയ്ക്ക്. എന്താ? നിങ്ങളും ഗുരുവായൂരപ്പൻ, ഞാനും ഗുരുവായൂരപ്പൻ, എല്ലാവരും ഗുരുവായൂരപ്പൻ. കസേര വരെ ഗുരുവായൂരപ്പൻ, എല്ലാം ഗുരുവായൂരപ്പൻ. നിഖിലാത്മദൃശാസമേനാം, ആ ഗുരുനാഥൻ്റെ മനോഹരമായിട്ടുള്ള ശ്രീ ശുഭബ്രഹ്മർഷിയുടെ മനോഹരമായിട്ടുള്ള ആ പാദാരവിന്ദം, തത്പാദമൂലമുപസൃത്യ നതേന മൂർധ്ന ബദ്ധാഞ്ജലിസ്തമിതമാഹ സവിഷ്ണുരാതാം. ശിരസ്സുകൊണ്ട് ശ്രീ ശുഭബ്രഹ്മർഷിയുടെ പാദമൂലത്തെ ഏറ്റെടുത്തു, അല്ലെങ്കിൽ ശ്രീ ശുഭബ്രഹ്മർഷിയുടെ പാദമൂലം സ്വന്തം ശിരസ്സിൽ അർപ്പിക്കപ്പെട്ടു. പഞ്ചമസ്കന്ധം നോക്കിയാൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ബ്രഹ്മബോധം കുറേ പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടോ, കുറേ മലകൾ കയറിയോണ്ടോ, കുറേ പുഴകളിൽ പോയിട്ട് കുളിച്ചുകൊണ്ടൊന്നും ബ്രഹ്മബോധം കിട്ടില്ല. പിന്നെയോ വിനാമഹൽ പാദരജോഭിഷേകം. പുസ്തകങ്ങൾ പഠിച്ചിട്ടും ലൈബ്രറിയിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ടും അതേപോലെ തന്നെ മലകൾ കയറിയിട്ടും കുളങ്ങളിലും പുഴകളിലും കുളിച്ചിട്ടും പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തിട്ടും ഒന്നുമല്ല ബ്രഹ്മബോധം കിട്ടുക. ഗുരുനാഥൻ്റെ സത്തുക്കളുടെ, സജ്ജനങ്ങളുടെ പാദപ്പൊടികൾ ശിരസ്സിൽ ഏറ്റെടുക്കുമ്പോഴാണ് ബ്രഹ്മബോധത്തെ കിട്ടുക എന്ന് പറയും പഞ്ചമസ്കന്ധം. ആ പാദാരവിന്ദം ശ്രീ ശുഭബ്രഹ്മർഷിയാകണ ഗുരുനാഥൻ്റെ പാദമൂലത്തെ ശിരസ്സിലേക്ക് ഏറ്റെടുത്ത് തത്പാദമൂലമുപസൃത്യ നതേന മൂർധ്ന ബദ്ധാഞ്ജലിസ്തമിതമാഹസ വിഷ്ണുരാത. പരീക്ഷത്തിൻ്റെ പേരാണ് വിഷ്ണുരാതൻ എന്നുള്ള പേര്. ഇവിടെ ആ പദമാണ് പരീക്ഷത്തിനെ പറയാൻ ഉപയോഗിച്ചത്. വിഷ്ണുരാതൻ, പരീക്ഷിത്ത് എന്നല്ല പറഞ്ഞത്, വിഷ്ണുരാതൻ. എന്താ ഉണ്ടായത്? ഉത്തരയുടെ ഗർഭത്തിൽ കിടക്കുമ്പോഴാണ് അശ്വത്ഥാമാവിൻ്റെ കഥകൾ കേട്ടില്ലേ അല്ലേ? അശ്വത്ഥാമാവിൻ്റെ ശരം, ബ്രഹ്മാസ്ത്രം ദഹിപ്പിച്ച് കളയുമ്പം വരുമ്പോൾ ഉത്തരാദേവി ഭഗവാന്റെ പാദമൂലത്തിൽ ചെന്ന് നമസ്കരിച്ചു. എന്നിട്ട് ഞാൻ മരിച്ചാലും സാരമില്ല, എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞ് നശിച്ചു പോവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഉത്തരാദേവി ഭഗവത് പാദാരവിന്ദത്തിൽ വീണത്. ഭഗവാന് തോന്നി എന്നാണ് ഉത്തരാദേവിയെ കണ്ടപ്പോഴേ, ഇത്രയും സ്വന്തം കുഞ്ഞിനോട് ഇഷ്ടം ഉള്ള ഒരമ്മയുടെ കുഞ്ഞായിട്ട് ജനിക്കാൻ എനിക്ക് കൂടി ആഗ്രഹമുണ്ട് എന്ന് തോന്നി എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഉത്തരാഗർഭത്തിലേക്ക്, ആ ഉത്തരയുടെ മകനായിട്ട് ജനിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ഉത്തരാഗർഭത്തിലേക്ക് പ്രവേശിച്ചിട്ടാണ് ഭഗവാൻ സുദർശന ചക്രം എടുത്തിട്ട്, കൗമോദഗീകത എടുത്തിട്ട്, ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് രക്ഷ നേടിയിട്ട് അന്തർധാനം ചെയ്യാതെ, ബ്രഹ്മാസ്ത്രം മടങ്ങിപ്പോയി, പക്ഷേ അന്തർധാനം ചെയ്യാതെ കുറച്ചു കാലം അവിടെ തന്നെ പരീക്ഷത്തിൻ്റെ ചുറ്റും സുദർശനവും ഗദയുമൊക്കെ ചുഴറ്റിക്കൊണ്ട് നടന്നു എന്നാണ് ഭഗവാൻ. ഈ പരീക്ഷത്തിനൊരു പ്രത്യേകത ഉണ്ട് എന്നാണ്. നമുക്കൊക്കെ ശിരസ് കുറച്ചൊരു 90 ഡിഗ്രിയിലൊക്കെ തിരിക്കാൻ സാധിക്കുള്ളൂ. പരീക്ഷത്തിന് എന്ത് പറ്റും? 360 ഡിഗ്രി തിരിക്കാൻ സാധിക്കും എന്നാണ് പറയുക. കാരണം എന്താ വെച്ചാൽ ഈ ഭഗവാൻ ചുറ്റും നടക്കുമ്പോൾ വിടാൻ പറ്റുമോ അല്ലേ? നമ്മൾ ഗുരുവായൂരപ്പനെ കാണാത്തത് കൊണ്ട് ഗുരുവായൂരപ്പനെ കണ്ടാൽ എത്ര സുഖമുണ്ട് എന്ന് നമുക്കറിയില്ല. കണ്ടുണ്ടോ വല്ലവരും? കണ്ടു കഴിഞ്ഞാൽ വിടുവോ? പിന്നെ കണ്ടു കഴിഞ്ഞാൽ വിടില്ല. അതൊക്കെ പറഞ്ഞാൽ വലിയ വിഷയമാണ്. ഈ ഗോപികളൊക്കെ നോക്കുന്നതാണ് ഭഗവാനെ, ഒന്നും പറയില്ല ആ വിഷയം. നമ്മൾ അതിലേക്ക് അങ്ങോട്ട് പോവും, വൃന്ദാവനത്തിലെ ഗോപികളിലേക്കൊക്കെ പോവും നമ്മൾ.
അവരുടെ നോട്ടങ്ങളുണ്ട്. അത് വലിയൊരു വിഷയം. അത് പോട്ടെ, അത് അവിടെ മാറ്റിവെക്കാം. എന്തായാലും പരീക്ഷത്ത് കണ്ടപ്പോൾ പിന്നെ വിട്ടില്ല എന്നാണ്, നോക്കിക്കൊണ്ടേയിരുന്നു. അത് കാരണമാണ് ശിരസ് ചുറ്റും തിരിക്കാൻ പറ്റുന്നതാണ്. ഭഗവാനാണെങ്കിൽ എന്താ, ഏകാശസ്കന്ധത്തിൽ പറയും, മനൂവ്രജാമ്യഹം നിത്യം പൂയേയേത്യഘ്രിരേണുഭി. ഉദ്ധവൻ ചോദിക്കും, എന്തിനാ ഗുരുവായൂരപ്പ സാധാരണ ഭക്തന്മാരുടെ മുന്നിലല്ലേ ആവിർഭവിച്ച് അവർക്ക് രക്ഷയൊക്കെ കൊടുത്ത് ഭഗവാൻ മുന്നിലല്ലേ നടക്കുന്നത്? ഞാൻ നോക്കുമ്പോൾ ഭഗവാൻ ഭക്തന്മാരുടെ പിന്നാലെ നടക്കണു. ഈ പിന്നാലെ നടക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? പിന്നാലെ നടക്കുകയെന്ന് ഭക്തന്റെ. ഭഗവാൻ പറയും, ഭക്തന്മാർക്ക് രക്ഷ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ രക്ഷപ്പെട്ട ആൾക്കാരാ. അതുകൊണ്ട് അവരെ രക്ഷിക്കേണ്ട പ്രത്യേക ഡ്യൂട്ടി ഒന്നും ഇല്ല ഭഗവാന്. പിന്നെ എന്താ, പിന്നാലെ നടന്നാൽ മതി. പിന്നാലെ നടക്കണം എന്തിനാ ചോദിച്ചാൽ, ഭക്തന്റെ ശരീരത്തിൽ തട്ടിയിട്ടുള്ള കാറ്റ് എന്നിലേക്ക് പതിക്കുമ്പോൾ എൻ്റെ ഉദരത്തിലുള്ള അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് അത് കാരണം മംഗളം ഭവിക്കും. അപ്പോൾ ഭക്തന്റെ ശരീരത്തിൽ തട്ടിയുള്ള കാറ്റ് ഏറ്റുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നാലെ നടക്കണമെന്ന്. ഇവിടെ പരീക്ഷത്തിന്റെ ചുറ്റും ഇതേപോലെ പ്രദക്ഷിണം വെച്ചു എന്നാണ്. ഭക്തനായിട്ടില്ല, ഭാഗവതം കേട്ടിട്ടില്ല കേട്ടോ, ജനിക്കാൻ പോകണേ ഉള്ളൂ. ഭക്തനാവാൻ പോകണ, ഭാഗവതം കേൾക്കാൻ പോകണ ഒരാളെ ഭഗവാൻ പ്രദക്ഷിണം വെച്ചു. വിഷ്ണുരാതൻ എന്നാണ് പേരിട്ടത്. വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ട ആള്. എന്തിനാന്ന് ഭഗവാൻ രക്ഷിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. എന്തിനാ രക്ഷിച്ചത്? പാണ്ഡവവംശം നിലനിൽക്കാൻ എന്ന് പറയുകയാണെങ്കിൽ ഭക്തന്മാർ പറയും, അല്ല, എന്തിനാന്ന് രക്ഷിച്ചത് എന്ന് വെച്ചാൽ, ജനിച്ചതിൻ്റെ ശേഷം കുറച്ചു കാലമൊക്കെ രാജ്യമൊക്കെ ഭരിച്ച് പിന്നീട് ഒരു മഹർഷിയുടെ അല്ലെങ്കിൽ ആ ശൃംഗിയുടെ 7-ാം ദിവസം ഭക്ഷണം കടിച്ചു മരിക്കട്ടെ എന്നുള്ള ശാപം കിട്ടി ഇയാള് ഭാഗവതത്തിൻ്റെ മുന്നിൽ എത്തിപ്പെടണം. അങ്ങനെ ഭാഗവതം ലോകത്തിലേക്ക് പ്രകാശിക്കപ്പെടണം. അപ്പോൾ പരീക്ഷത്തിനെ അന്ന് രക്ഷിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ഭാഗവതം കേൾക്കാൻ വേണ്ടി. അതാണ് വിഷ്ണുരാധൻ എന്നുള്ള പ്രയോഗം അവിടെ അങ്ങനെയാണെന്നാണ് ആചാര്യന്മാർ പറയുക. പരീക്ഷത്ത് നമസ്കരിച്ചിട്ട് ശ്രീ ശുകബ്രഹ്മർഷിയോട് പറയും, സിദ്ധോസ്മി അനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മനാം. ഞാൻ സിദ്ധനായിട്ട് കഴിഞ്ഞിരിക്കണം. സിദ്ധനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാ സിദ്ധനായത്? അനുഗ്രഹീതോസ്മി. ആദ്യം വരേണ്ട പദം അനുഗ്രഹീതോസ്മിയാണ്. ശ്രീശുകബ്രഹ്മർഷിയാൽ ഭാഗവത കഥകളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടത് കാരണം ഞാൻ സിദ്ധോസ്മി. സകല തരത്തിലുള്ള തൃപ്തിയും എന്നിലേക്ക് ഏറ്റെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ. കാരണം അഖിലകോടി ബ്രഹ്മാണ്ട നായകനായിരിക്കണ, ആദ്യന്തരഹിതനായിരിക്കണ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുള്ള കഥകളെ കൊണ്ട് നിറഞ്ഞ ശ്രീമദ് ഭാഗവതം എന്നിലേക്ക് കൽപ്പിക്കപ്പെട്ടു. ഇത് വലിയ അത്ഭുതമൊന്നുമല്ല എന്നാണ്. നാത്യത്ഭുതമഹം മന്യേ മഹതാമച്യുതാത്മനാം. ശ്രീശുകബ്രഹ്മർഷി അനുപേതമപേതകൃത്യം, ഒരു സംസ്കാരത്തിൻ്റെ ആവശ്യമില്ല, ബ്രഹ്മസ്വരൂപിയായിട്ട് സകലത്തിലും ബ്രഹ്മദർശനം ചെയ്ത സഞ്ചരിക്കുന്ന ശ്രീശുകബ്രഹ്മർഷിക്ക് ഒരു വികാരമുണ്ട്. സാധാരണ പരമഹംസന്മാർക്ക് വികാരമില്ല എന്നാണ് പറയാം. പക്ഷെ ഒരു വികാരമുണ്ട് എന്നാണ് പറയാം. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന് പരബ്രഹ്മത്തിനൊരു വികാരമുണ്ട് എന്ന് ഭാഗവതം പറയും. എന്താ? കാരുണ്യം. അജ്ഞേഷു താപതപ്തേഷു. ഗുരുനാഥന്മാർക്ക് അവർ ബ്രഹ്മസ്വരൂപികൾ ആണെങ്കിൽ കൂടി സാധാരണക്കാർക്ക് വേണ്ടി കാരുണ്യം കൊണ്ട് അജ്ഞേഷു താപതപ്തേഷു. നമ്മൾ നോക്കൂ, നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് സങ്കടമൊന്നുമില്ല അല്ലേ, ആവശ്യങ്ങളില്ല, ആഗ്രഹങ്ങളില്ല, സങ്കടങ്ങളില്ല എന്ന് വെച്ചിട്ട് രശീത് എടുക്കാതെ പോവരുത് കേട്ടോ. അത് ആഗ്രഹങ്ങളോട് കൂടിയിട്ട് എടുക്കാതിരിക്കുക. പിന്നെ എങ്ങനെ എടുക്കണം? ഇതുപോലെയുള്ള സത്രങ്ങൾ ലോകത്തിൽ ധാരാളമായിട്ട് നടക്കണം. ധാരാളമായിട്ട് രശീത് എടുക്കുക. നേരത്തെ പക്ഷെ പറഞ്ഞത് ആഗ്രഹമില്ല, സങ്കടമില്ല, മരണത്തെ പേടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ ഉള്ളിലേക്കും തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് വൈകുന്നേരം ചെന്നാൽ എന്തൊക്കെ കോലാഹലാവും അവിടെ ഉണ്ടാവും എന്നാലോചിക്കും അല്ലേ? എന്തൊക്കെ പ്രശ്നങ്ങളാ, എന്തൊക്കെ വിഷയങ്ങളാ, എന്തൊക്കെ വിഷമങ്ങളാ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ളത്. താപതപ്തേഷു, നമ്മളിങ്ങനെ ഈ വേനലിൽ ഇങ്ങനെ ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുക. ജീവിതത്തിലെ പുകച്ചില്, ജീവിതത്തിന്റെ ചൂട് അറിഞ്ഞ ആൾക്കാരല്ലേ എല്ലാവരും? ഉത്തരല്ലേ? അപ്പൊ നേരത്തെ ചൂട്, ജീവിതം, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിതത്തില്. പക്ഷെ ഭാഗവതത്തിന്റെ മുന്നിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് പേര് ചിരിച്ചു അല്ലേ? എല്ലാവരും ചിരിച്ചിട്ടൊന്നുമില്ല, കുറച്ച് പേര് ചിരിച്ചു. കുളിര്, ഭാഗവതത്തിന്റെ കുളിര് ഇതെവിടുന്നാ വരുന്നത്? ഗുരുനാഥനിൽ കൂടി അജ്ഞേഷു താപതപ്തേഷു ഭൂതേഷു യദനുഗ്രഹ. ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ വിഷമങ്ങളില്, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളില് പൊള്ളിക്കൊണ്ടിരിക്കുന്ന നമ്മളിലേക്ക് ബ്രഹ്മസ്വരൂപികളായിരിക്കുന്ന ഗുരുനാഥന്മാര് ഭാഗവതത്തിൻ്റെ കുളിര് കൊണ്ടുവന്ന് വെച്ചു തരുന്നു. കാരുണ്യം എന്നുള്ളത് ശ്രീ ശുകബ്രഹ്മർഷിയുടെ കാരുണ്യം. അതാണ് യസ്യാം ഖലു ഉത്തമ ശ്ലോകോ ഭഗവാൻ അനുവർണ്യത്തെ, ഭാഗവതമായിട്ട് എന്നിലേക്ക് ഒഴുകി വന്നത്. അതുകൊണ്ട് ഉറച്ച വാക്കുകളാ ഭാഗവതം കേട്ട് കഴിയുമ്പോൾ പരീക്ഷത്തിന്റെ. ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം, എനിക്ക് ഭയമില്ല. കുറച്ച് പറയാൻ സാധിക്കുമോ ഭയമില്ലാന്ന്? എനിക്ക് മരണത്തിൽ നിന്ന്, അല്ലെങ്കിൽ മരണകാരണങ്ങളിൽ നിന്ന്, ആക്സിഡന്റുകളിൽ കുറിച്ച്, രോഗങ്ങളെ കുറിച്ച്, ബാക്കിയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഒരു ഭയവും ഇല്ല. ഒരു തരത്തിലുള്ള പരിഭ്രമവും എൻ്റെ ജീവിതത്തിലേക്ക്, ഞാൻ ഭാഗവതം കേട്ട ആളാണ്, എന്നിലേക്ക് ഇനി ഒരു പ്രശ്നവും ബാധിക്കില്ല. പ്രശ്നങ്ങളുണ്ടാവും, സംഭവങ്ങളുണ്ടാവും, ഭയമില്ല. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തിയില്ലേ? ശക്തിയില്ലേ? ഭാഗവതം കേട്ട ആൾക്കാരാവുക. മരണത്തെ വരെ ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം. കാരണം എന്താ ഭയമില്ലാതിരിക്കാൻ? അഭയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു, ആനന്ദത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു നമ്മൾ ഓരോരുത്തർ. അഭയത്തിലേക്ക്, ആനന്ദത്തിലേക്ക് പ്രവിഷ്ടോ ബ്രഹ്മനിർവാണമഭയം ദർശിതം ത്വയാ. ആനന്ദസ്വരൂപിയായിരിക്കുന്ന ഗുരുവായൂരപ്പനിലേക്ക്, അഭയസ്ഥാനത്തിലേക്ക് ഉണർന്നിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തർ. ഇതാണ് ഭാഗവതത്തിന്റെ ഗൗരവം. അവിടെ അഭയമുണ്ട്, ആനന്ദമുണ്ട് ഭഗവാന്റെ പാദാരവിന്ദത്തിൽ. അതിനെ ചിത്തസ്ഥിതം മേ എന്ന പ്രതിജ്ഞയോടുകൂടി ഏറ്റെടുത്തിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇനി മരണത്തെ വരെ, മരണമൊക്കെ ജീവനിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിലേക്ക്. അതുകൊണ്ട് പരീക്ഷത്തിന്റെ നേരത്തെ പറഞ്ഞ ഡയലോഗ് എന്താ? ബ്രഹ്മൻ മാം അനുജാനീഹി, എനിക്ക് സമ്മതം തന്നാലും. പറയുമോ നമ്മള് ഗുരുനാഥനോട്? എന്താ പറയേണ്ടത്? വാചം യച്ഛാമി അധോക്ഷയേ മുക്തകാമാശയം ചേത പ്രവേശ്യ അസൂൻ വിസൃജാമി. ശ്രീഗുരുവായൂരപ്പൻ്റെ മധുര മനോഹര ആനന്ദസ്ഥാനം, അഭയസ്ഥാനമാകുന്ന പാദാരവിന്ദത്തിലേക്ക് ഈ ജീവൻ്റേതായിട്ടുള്ള, അല്ലെങ്കിൽ ശരീരാദികളാകുന്ന അഭിമാനങ്ങളെ വെടിഞ്ഞ്, ഇന്ദ്രിയ ആഗ്രഹങ്ങളെ വെടിഞ്ഞ്, എൻ്റേതായിട്ടുള്ള സകലതും, പ്രാണങ്ങളെ അടക്കം ഞാനിതാ ഭഗവാനിലേക്ക് അലിയിച്ചു ചേർക്കാൻ, ജീവനെ ഭഗവാനിലേക്ക് അലിയിക്കാൻ, പ്രാണങ്ങളെ, ശരീരാദികളെ, ഇന്ദ്രിയങ്ങളെ ഒക്കെ, വാചം എന്നുള്ള തൊട്ട്, വാക്ക് തൊട്ടങ്ങോട്ട് തുടങ്ങും.
ഒക്കെ ഭഗവാനിലേക്ക് ലയിച്ചു ചേർക്കാൻ, ശരീരത്തിന് വരെ ഭഗവാനിലേക്ക് ലയിപ്പിച്ചു ചേർക്കാൻ എനിക്ക് സമ്മതം തന്നാലും. ഇതൊരു ഉറപ്പാണ്. ഈ ശക്തിയൊന്നും നമുക്കുണ്ടാവില്ല അല്ലേ? ഗുരുവായൂരപ്പ പ്രാർത്ഥിക്കുമല്ലേ? എന്താ പ്രാർത്ഥിക്കാം? പ്രാർത്ഥിക്കാറില്ലേ ഒരു ശ്ലോകം? ഉറക്കെ. വിനാദൈന്യേന ജീവനം ദേഹിമേ കൃപയാ കൃഷ്ണ ത്വദ്ഭക്തിസ്തു അചഞ്ചല. ഗുരുവായൂരപ്പൻ അങ്ങോട്ട് ഇറങ്ങി വരിക, പ്രാർത്ഥി ശ്ലോകം ചെല്ലും. ഇതാ അപ്പം അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മള് കൊണ്ടാട്ടം ഉണക്കാട്ടുണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓടിപ്പോകും. ഇതൊരുറപ്പാണ്. മരണത്തെ വരെ ഭയല്ലേ. ഞാനിതാ അർപ്പിക്കാൻ പോണു. അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഇവിടെ. ഈ അനുജ്ഞ, സമ്മതം ചോദിക്കുമ്പം അങ്ങനെ വേണോ? നല്ല ഈ ബ്രഹ്മബോധത്തോടു കൂടി ജീവിച്ചിരുന്നാ പോരെ കുറച്ചു കാലം കൂടി? കുഴപ്പമുണ്ടോ? ഒക്കെ അറിയേണ്ടതിനെ ഒക്കെ അറിഞ്ഞു, കേൾക്കേണ്ടതിനെ മുഴുവൻ കേട്ടു, കാണേണ്ടതിനെ മുഴുവൻ കണ്ടു, കുറച്ചു കാലം കൂടി. പരീക്ഷിത് പറയും വേണ്ട. ഭഗവാന്റെ അഭയസ്ഥാനമാകണ പരമാനന്ദത്തിന് ദർശിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ കേട്ടു കഴിഞ്ഞു. അതിനുള്ള മാർഗത്തെ വരെ എന്നിലേക്ക് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ പിന്നെ കാണുന്നുണ്ട് ഭഗവാൻ ഗുരുവായൂരപ്പൻ അവിടെ അങ്ങനെ നിൽക്കണു, വരൂ 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 എൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് നിൽക്കണു. അപ്പൊ ഞാൻ പറയാണ്, ഒരു അരമണിക്കൂറും കൂടി കഴിയട്ടെടാ. പറയുമോ? പറയേണ്ട ആവശ്യമില്ല. അജ്ഞാനം ച നിരസ്തം മേ ജ്ഞാനവിജ്ഞാനനിഷ്ഠയാ. എനിക്ക് അറിവ് മാത്രമല്ല, അതിനെ പ്രാക്ടിക്കലാക്കിയിട്ട് അതിനെ അനുവർത്തിക്കേണ്ട വിധം അതുകൂടി പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞാൻ എത്തിക്കഴിഞ്ഞിരിക്കണം. വെറുതെ ബുദ്ധിയിലേക്ക് കുറെ പാഠങ്ങൾ ഏറ്റെടുത്ത് പിടിക്കുകയല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. അറിയേണ്ടതിനെ അറിഞ്ഞ് അതിലേക്ക് ചരിച്ചു കഴിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇനി കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഭവതാ ദർശിതം ക്ഷേമം പരം ഭഗവത പദം, ഇപ്പോൾ തന്നെ ഭഗവാനിലേക്ക് ലയിച്ചു ചേരാൻ സമ്മതം തരണം എന്ന് പറഞ്ഞിട്ടാണ് നമസ്കരിക്കുന്നത്. അതിന് ഇത്യുക്തസ്തമനുജ്ഞാപ്യ ഭഗവാൻ ബാദരായണി. ശിരസ്സിലേക്ക് മനോഹരായിട്ടുള്ള കൈകളർപ്പിച്ച് അനുഗ്രഹിച്ചു ശ്രീ ശുകബ്രഹ്മർഷി. സമ്മതം കൊടുത്തു എന്നാണ്. എന്നിട്ട് ജഗാമ ഭിക്ഷുഭിസ്സാഗം നരദേവേന പൂജിതാം. അവിടുന്ന് ശ്രീ ശുകബ്രഹ്മർഷി, അവിടെ അനേകം മഹർഷിമാരുണ്ട് അല്ലേ? നമ്മൾ ആ ദ്വിതീയ സ്കന്ധത്തിലെ, പ്രഥമ സ്കന്ധത്തിലെ അവസാന അധ്യായങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടേക്ക് ആരൊക്കെ എത്തിച്ചേർന്നു കാണാൻ സാധിക്കും. സ്വന്തം അച്ഛനായിട്ടുള്ള ഭാഗവതം ശ്രീ ശുകബ്രഹ്മർഷിയിലേക്ക് ഉപദേശിച്ച വ്യാസഭഗവാനിലേക്ക് ഭാഗവതം ഉപദേശിച്ച ശ്രീനാരദ മഹർഷിയൊക്കെ ഉണ്ടാവും. അവരൊക്കെ കേൾക്കുന്നുണ്ട് ശ്രീ ശുകബ്രഹ്മർഷിയുടെ ഈ വാക്കുകൾ. അവരോടുകൂടി ശ്രീ ശുകബ്രഹ്മർഷി അടുത്ത ഭാഗവത സദസ്സിലേക്ക് പ്രവചനത്തിന് വേണ്ടി യാത്രയായി എന്നാണ്. അവിടെ ഒരു ഇരിപ്പിരുന്നുമാണ്. പരീക്ഷിതിരാദർശി ആത്മന്യാത്മാനമാത്മന. 5-ാമത്തെ അധ്യായത്തില് പറയും, ഏവം സമീക്ഷൻ ആത്മാനം ആത്മന്യാധായ. അതേപോലെ തന്നെയാണ് 6-ാമത്തെ അധ്യായത്തിൽ വരുമ്പം രാജർഷി ആത്മനി ആത്മാനം ആത്മനാ സമാധായ. ആത്മനി ആത്മാനം ആത്മനാ സമാധായ. എങ്ങനെ വേണമെങ്കിലും പറയാം. അവനവനെ കൊണ്ട് അവനവനെ അവനവനിൽ ലയിപ്പിച്ചു. ഇനി അല്ലെങ്കിൽ ബുദ്ധിയെ കൊണ്ട് മനസ്സിനെ പരമാത്മാവിലേക്ക് ലയിപ്പിച്ചു. എന്തായാലും എങ്ങനെ വേണം കൊടുക്കാം. രാജർഷിരാത്മന്യാത്മാനമാത്മനാ സമാധായ പരം ദധ്യോ അസ്പന്ദാസുരു യഥാതരു. ഇളക്കമില്ലാത്ത വൃക്ഷം പോലെ അവിടെ അങ്ങോട്ട് ഇരുന്നു എന്നാണ് പ്രാക്കൂലെ. അങ്ങനെ വെച്ചാൽ കിഴക്കോട്ടുള്ള ദർഭ. അങ്ങനെ ആ രംഗം വിവരിക്കണ്ടേ. ഗംഗാതീരത്തില് കിഴക്കോട്ട് വിരിച്ച ദർഭയുടെ
ഇരിപ്പിടം അല്ലെങ്കിൽ മെത്ത, അതിലേക്ക് വടക്കോട്ട് നോക്കിയിരുന്ന് പ്രാക്കൂലെ ബർഹിഷ്യാസീനോ ഗംഗാകൂല ഉദങ്മുഖ ബ്രഹ്മഭൂതോ, ബ്രഹ്മസ്വരൂപമായിട്ട് പരീക്ഷത്തിന് ഇവിടെ പ്രയോഗിക്കുക മഹായോഗി എന്ന് പറയും. പരീക്ഷത്തിന് പല സ്ഥലത്തും പല യോഗ്യതകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മഹായോഗി, ബ്രഹ്മഭൂതോ മഹായോഗി നിസ്സംഗ ഛിന്ന സംശയ, ഒരു സംശയവുമില്ല, ഒരു പരിഭ്രമവുമില്ല, ഒരു പേടിയില്ല. അവിടെ ഇരുന്നു. പരീക്ഷിത്ത് തക്ഷകൻ വന്നു. തക്ഷകൻ എങ്ങനെയാ വന്നത്? ഭാഗവതം വരുമ്പം ബാക്കിയുള്ള പാഠങ്ങളൊന്നും ഭാഗവതം എടുക്കില്ല. ഭാഗവതത്തിൽ തക്ഷകൻ വരുന്നത് ഒരു ബ്രാഹ്മണ സ്വരൂപം എടുത്തിട്ടാണ് വരിക. വരുമ്പോൾ വഴിയിൽ കശ്യപ പ്രജാപതിയെ, ഒരു കശ്യപന, ഈ തക്ഷകന്റെ അച്ഛനാണ് കശ്യപ പ്രജാപതി, ആ അച്ഛനായിട്ടുള്ള കശ്യപ പ്രജാപതിയാണ് എന്നും പാടുണ്ട്. കശ്യപൻ എന്നുള്ള വേറൊരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു സിദ്ധനാണ് എന്നും പാഠങ്ങളുണ്ട്. എന്തായാലും കണ്ടുമുട്ടി. അപ്പോൾ എന്തിനാ പോണത് ചോദിച്ചു. അപ്പോൾ പരീക്ഷത്തിനെ രക്ഷിക്കാനാണ് പോണതെന്ന് ഡോക്ടറായിട്ടുള്ള കശ്യപൻ പറഞ്ഞു. അപ്പോൾ തക്ഷകൻ പറഞ്ഞു, ഞാനൊക്കെ കടിക്കാൻ പോവാണ്, ബ്രാഹ്മണ ശാപം ഏൽപ്പിക്കണ്ടേ. അപ്പോൾ രണ്ടുപേരും കൂടി സംസാരമായി. അവസാനം ഈ ഡോക്ടറോട് അല്ലെങ്കിൽ കശ്യപ പ്രജാപതിയോട് പറഞ്ഞു, അങ്ങക്ക് സാധിക്കുമോ? സാധിക്കും. തക്ഷകൻ കടിച്ചു നോക്കൂ. ഒരു വൃക്ഷത്തെ കടിച്ചു തക്ഷകൻ, വൃക്ഷം ഭസ്മായി. ഡോക്ടറായിട്ടുള്ള കശ്യപ പ്രജാപതി എന്തോ വെള്ളറ്റ് എടുത്ത് തളിച്ചു, വൃക്ഷം വീണ്ടും മുളച്ചു വന്നു എന്നാണ്. ഇത് കണ്ടപ്പോൾ തക്ഷകന് പ്രശ്നമായി. കാരണം എന്താ? ബ്രാഹ്മണ ശാപം ഫലവത്താക്കണം, സത്യമായിട്ട് തീരണം. അപ്പം അതിനു വേണ്ടി കുറേ ധനമൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിന് വേണ്ട, എന്തിനാ രക്ഷിക്കണമെന്ന് ചോദിച്ചാൽ കുറേ ധനം കിട്ടാനാണ്, എനിക്ക് ഫീസ് കിട്ടും, അതിനാണ് ഞാൻ പോകണത് പറഞ്ഞു. അദ്ദേഹം ധാരാളം ധനമൊക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹത്തിനെ മടക്കി അയച്ചു. ഇവിടെ ബ്രാഹ്മണ സ്വരൂപം എടുത്തു വന്നിട്ടാണ് പരീക്ഷത്തിനെ സ്പർശിക്കുന്നത് അല്ലെങ്കിൽ നമസ്കരിക്കുക എന്നാണ് പറയുക. ഈ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന പരീക്ഷത്തിനെ ആനന്ദത്തിൽ ലയിച്ചിരിക്കുകയാണ്. ശരീരബോധമൊന്നുമില്ല. ശരീരത്തിൽ വന്നിട്ട് തക്ഷകൻ സ്പർശിക്കും. തക്ഷകൻ എന്താ ചെയ്യണത് എന്ന് വ്യാഖ്യാനത്തിൽ പറയും. തക്ഷകൻ ചെയ്യണത് പുത്രധർമ്മം ചെയ്യുന്നതാണ്. പുത്രനാണ് ശരീരം ദഹിപ്പിക്കേണ്ടത്. തക്ഷകൻ വന്ന് സ്പർശിച്ചിട്ട് ഭസ്മായിട്ട് പരീക്ഷത്ത് ദേഹം, പരീക്ഷത്തിൻ്റെ ദേഹം ഭസ്മായിട്ട് തീരണു. പിന്നീട് ജനമേജനിതറിഞ്ഞ് സർപ്പസത്രത്തിൽ അനേകം നാഗങ്ങൾ വന്ന് വീഴും, അല്ലെങ്കിൽ സർപ്പങ്ങൾ വന്ന് വീഴും. തക്ഷകൻ വരണില്ല എന്ന് കാണുമ്പോൾ തക്ഷകൻ ദേവേന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് അവിടെ കടിച്ചു പിടിച്ച് തൂങ്ങിയിരിക്കും. അപ്പോൾ ജനമേജയൻ പറയും, ആ ഇന്ദ്രനെ കൂടി ഇങ്ങോട്ട് വലിച്ചോളൂ പറയും. അങ്ങനെ ഇരിപ്പിടത്തോടു കൂടി ഇന്ദ്രനെ വലിക്കും. ബൃഹസ്പതി വന്നിട്ട് ഇതിനെ തടഞ്ഞു നിർത്തും. മഹർഷിമാരോട് അല്ലെങ്കിൽ ജനമേജയനോട് പറയും, ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ തക്ഷകൻ അമൃതം രുചിച്ച ആളാണ്. അതുകൊണ്ട് തക്ഷകനെ വന്ന് വീഴാൻ അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ സർപ്പസത്രത്തെ അവസാനിപ്പിക്കും. ജനമേജയൻ അവസാനിപ്പിക്കും ബൃഹസ്പതി വന്ന് പറയുമ്പോൾ. പക്ഷെ ഇവിടെ ഈ സർപ്പസത്രത്തിൽ അല്ലെങ്കിൽ പരീക്ഷിത്ത് എന്നുള്ളൊരു ഭക്തനായിട്ടുള്ള ഭഗവാനെ ദർശനം ചെയ്തിട്ടുള്ള ഒരു മഹാത്മാവ് ഗർഭകാലത്ത് തന്നെ അങ്ങനെയുള്ള മഹാത്മാവിനൊരു ശാപം കിട്ടുക. പിന്നീട് ഈ സർപ്പസത്രത്തിൽ അനേകം സർപ്പങ്ങളെ, തക്ഷകനല്ല മരിക്കണത്, ബാക്കിയുള്ള ഒരു കുറ്റവും ചെയ്യാത്ത സർപ്പങ്ങളാണ് വന്ന് ദഹിക്കപ്പെടുന്നത്. അപ്പം ഇതിനൊക്കെ എന്താ കാരണം? ലോകത്തിലേക്ക് നോക്കിയാൽ പല സംഭവങ്ങളും നമ്മളിങ്ങനെ കാണാൻ സാധിക്കും. നമുക്ക് നീതിയുക്തമായിട്ട് ചിന്തിച്ചാൽ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയാൻ സാധിക്കില്ല. നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഈശ്വരനോടൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ടാവും. എന്താ പറഞ്ഞു, ഞാൻ എത്ര ഭജിച്ചു, എത്ര പ്രദക്ഷിണം വെച്ചു, എത്ര വഴിപാട് ചെയ്തു, എന്നിട്ടും എനിക്കിതാണോ ഗതി എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ ചിലപ്പോൾ. അത് എന്നിട്ടും എനിക്ക് സങ്കടം വരണു, എനിക്ക് വേറെ സംഭവങ്ങൾ ജീവിതത്തിൽ വരണു എന്നൊക്കെ പരാതി പറയണം ചെയ്യണ അവസ്ഥകളൊക്കെ ഉണ്ടാവും. എന്താ ഇങ്ങനെ സംഭവിക്കണത് എന്ന് ചോദിച്ചാൽ, നൈഷത്വയാം സൈഷാ വിഷ്ണോർ മഹാമായ ബാധ്യയാ ലക്ഷണായ. മായ, ഭഗവൻ മായയിൽ ഭഗവത് സങ്കല്പം അനുസരിച്ച് പലരും പലതും ചെയ്യണു. നമ്മളെന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ മനോഹരായിട്ടുള്ള പാദാരവിന്ദങ്ങളെ നിത്യം ചിത്തസ്ഥിതം മേ, ആ പ്രാർത്ഥനയിൽ പരംപദം വൈഷ്ണവമാമനന്തിത എന്നേതി നേതീത്യദുർശൃക്ഷവ ഇനിയുള്ള 5 ശ്ലോകങ്ങൾ പറയാൻ നിന്ന് കട്ട വേദാന്തം എന്നൊക്കെ പറയില്ലേ, അതായിട്ട് തീരും. നമ്മുടെ സമയവും ചേർന്നുണ്ട്. ഗുരുവായൂരപ്പനെ ഏറ്റെടുക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും.